ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ദാ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഫ്യൂ അവേഴ്സേ ആയിട്ടുള്ളൂ. ഇന്ന് 11 മണിക്കാണ് ഞാൻ Q&Aയുടെ പോസ്റ്റ് ഇട്ടത്. ഇന്നതേ സമയം 5:30 ആകുമ്പോഴത്തേക്കും ഞാൻ എന്താ ഷൂട്ട് ചെയ്യാൻ പോവാണ്. കാരണം നാളത്തേക്ക് ഇത് പോസ്റ്റ് ചെയ്യണമല്ലോ. അതായത് ഇന്ന് നിങ്ങൾ കാണുമ്പോൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി പാതിരയാവാൻ നിൽക്കണ്ട. പാച്ചു നല്ല ഉറക്കത്തിലാണ്. വീട് മൊത്തം ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കണ്ട, കയ്യോടെ അങ്ങ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് എന്താ പറയുക കമൻസ് വരുന്നതിന് മുൻപ് നമുക്ക് ഷൂട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഉള്ള കമൻസ് വെച്ച് ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ആദ്യമായിട്ട് സ്റ്റാൻഡിലൊക്കെ വെച്ച് എടുക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ഹെൽപ്പിനൊക്കെ ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വേഗം Q&Aയിലേക്ക് പോയാലോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം ഇപ്പോൾ വീഡിയോയിലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിലത്തെ നോക്കാം കേട്ടോ. ഫസ്റ്റ് ഞാൻ നോക്കുന്നത് പാച്ചുവിന് എന്ത് മിൽക്കാണ് കൊടുക്കാറ്? കൗ മിൽക്ക് ഓർ പൗഡർ മിൽക്ക്? രണ്ടും കൊടുക്കാറുണ്ട്. പശുമ്പാൽ കൊടുക്കാറുണ്ട്. പശുമ്പാലിൻ്റെ കൂടെയാണ് മറ്റേ മുട്ടയൊക്കെ അടിച്ച് കൊടുക്കാറ്. പീഡിയാഷ്യൂറും പശുപ്പാലിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. അല്ലാത്ത സമയത്ത് തൃശ്ശൂർ വരുമ്പോൾ അങ്ങനെ പശുമ്പാൽ ഞങ്ങൾ ഇവിടുന്ന് അടുത്തുനിന്ന് 1-2 സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചെങ്കിലും എനിക്കൊരു തൃപ്തിയായില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ കൂടുതലും അവന് മറ്റേ ഫോമുലയാണ് കൊടുക്കാറ്, അല്ലെങ്കിൽ സാധാരണ പാക്കറ്റ് പാൽ കൊടുക്കാറുണ്ട്. മുൻപത്തായിരിക്കുമ്പോൾ നല്ല ഫ്രഷ് പശുമ്പാലാണ് കൊടുക്കാറ്. അപ്പം അതും നല്ലതാണ്. എല്ലാം കൊടുക്കാറുണ്ട്. ഞാൻ ഇന്നതേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ കുറേ നാളുകളായിട്ട് അങ്ങനെ നോക്കാറില്ല. അവനെല്ലാം കൊടുക്കാറുണ്ട്. അടുത്തത്, ഹായ് ഡിംപിൾ, ചെറുപ്പം മുതലേ ഡിംപിളിൻ്റെ ഫാനാണോ? താങ്ക് യു. ആ ഒരു ഫേസ് ഇപ്പോഴും കുട്ടിത്തം നിറഞ്ഞതാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, പഴയ ഡിംപിളിൽ നിന്നും ഇപ്പോൾ കാണുന്ന ഡിംപിൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ നല്ല ബോൾഡാണ് ഡിംപിൾ. ആ ഒരു മാറ്റത്തെക്കുറിച്ച് പറയാമോ? അതെല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആവും. എന്നും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ടോക്ക് വിത്ത് ഫുഡ് ബൈ പുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു പ്രൊഫൈലിൽ നിന്നാണ് എനിക്കിത് സെൻഡ് ചെയ്തിട്ടുള്ളത്. എന്തായാലും താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു എൻ്റെ ആ ഒരു ജേർണി ഒരുവിധം നമ്മുടെ ചാനലിൽ കണ്ടവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. എൻ്റെ ലൈഫിൽ നമുക്ക് മറികടക്കേണ്ട ഒരു വലിയൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് അത് ഫേസ് ചെയ്യാൻ നമ്മൾ ബോൾഡ് ആവുക എന്നല്ലാതെ വേറെ എനിക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ, നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മൾ ബോൾഡാവും. നമ്മുടെ ജീവിതത്തിൽ ഓരോ സിറ്റുവേഷനാണ് നമ്മളെ ബോൾഡ് ആക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ അത് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചിട്ട് അത് നമ്മൾ നേരിട്ട് നോക്കി അത് ഓരോന്നും നമ്മൾ സർവൈവ് ചെയ്ത് വരുമ്പോൾ നമ്മളറിയാതെ തന്നെ ബോൾഡ് ആയിക്കൊണ്ടിരിക്കും. എന്നെ സംബന്ധിച്ചും അത് തന്നെയാണ്. ഒന്നും അറിയില്ല, അല്ലെങ്കിൽ ഒന്നും ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ അങ്ങനെ കുറേ സിറ്റുവേഷൻസ് ദൈവം ഉണ്ടാക്കി തന്നതുകൊണ്ടാണ് അത് ഞാനിപ്പോൾ എങ്ങനെയാണോ അങ്ങനെയായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ്. അടുത്തത്, ഡിംപിൾ പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഒരു പാട്ട് പാടി തരുമോ? കുക്കിംഗ് റെസിപ്പീസ് ഫോർ ബിഗിനേഴ്സ് ഷെയർ ചെയ്യുമോ? ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ട്. എന്നെ കുഞ്ഞിലെ എല്ലാ കലാപരിപാടിക്കും എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കാനും വിട്ടിട്ടുണ്ട്. വയലിൻ പഠിച്ചിട്ടുണ്ട്, ഓർഗൻ പഠിച്ചിട്ടുണ്ട്, ഹാർമോണിയം പഠിച്ചിട്ടുണ്ട്, പാട്ട് പഠിക്കാൻ വിട്ടിട്ടുണ്ട്. ശനിയും ഞായറും ഫുൾ ഓൺ ബിസി ആയിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ പാവർട്ടിയിൽ സംഗീത് ഭവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മ്യൂസിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇൻസ്ട്രുമെൻറ്റ്സും പാട്ടിനും ഒക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പാട്ട് എനിക്ക് കർണാട്ടിക് മ്യൂസിക് എനിക്ക് പഠിച്ചത് കുറേ നാളങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ പിന്നെ അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. കാരണം ഷൂട്ടും സ്കൂളും ഒക്കെ ആയിട്ട് ഫുൾ ഓൺ ബിസി ആയിട്ട് പിന്നെ എനിക്കത് കൊണ്ടുപോകാൻ പറ്റിയില്ല. പക്ഷേ അത്യാവശ്യം തിരക്കേടില്ലാണ്ട് കുറച്ചൊക്കെ പാടും. അപ്പോൾ ഈ സംഗതിയും കാര്യങ്ങളൊന്നും അല്ല, എന്നാലും കുറച്ചൊക്കെ ഇപ്പോൾ അത്യാവശ്യമൊക്കെ ഞാൻ പാടുമായിരുന്നു. ഇപ്പോൾ കുറേ നാളുകളായിട്ട് പാടാത്തത് കൊണ്ട് ഇപ്പോൾ പാടുമ്പോൾ എന്താവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. പാട്ട് ഞാനിപ്പോൾ ഏതാ പാടുക? ഞാൻ എപ്പോഴും പാടുന്നൊരു പാട്ടാണ്, അത് പാടാം കേട്ടോ. ഇപ്പോൾ കുറേ നാളായി പാടിയിട്ട്, എന്നാലും ഞാൻ പാടുകയാണ്. റിഹേഴ്സൽസ് ഒന്നുമില്ല. ഞാനിപ്പോൾ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ലൈവായിട്ട് ഞാൻ നോക്കി പോവാണ്. മുൻപ് ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ പാട്ടും അങ്ങനെ തന്നെ. അപ്പോൾ അത്രയും നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. പാട്ട്, ആസൈ ആസൈ ഇപ്പോഴത് പേരാസൈ ഇപ്പോഴത് ആസൈ തീരും കാലം ഇപ്പോഴത്
കണ്ണാലുണ്ണാലിപ്പോഴേത് കായങ്ങൾ ഇപ്പോഴേത് കായം തീരും കാലം ഇപ്പോഴേത് മലയായെഴുന്തേനാനിപ്പോഴേത് മണലായി വിരുന്തേനാനിപ്പോഴേത് സുവടை பதித்தாய் நீ இப்பொழுது അയ്യോ ശ്വാസം കിട്ടുന്നില്ല. കുറേ നാളായി പാടിയിട്ട്. അപ്പം അതിൻ്റേതായ എല്ലാ പ്രശ്നങ്ങളും ശബ്ദത്തിലും ബ്രീതിങ്ങിലും പാട്ടിലും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളതൊന്ന് ക്ഷമിച്ച് വിട്ടേക്ക്. പിന്നെ എനിക്കും പ്രിമച്വർ ബേബിയാണ്, ട്രിപ്ലെറ്റ്സ് ആണ്. പാച്ചുവും ഇപ്പോൾ വെയിറ്റ് റെഡി ആയോ? പ്രീമച്വർ ബേബി ട്രിപ്ലെറ്റ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് എന്തായാലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം സ്ട്രെസ്ഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ഈ 3 പേര് ഒരുപോലെ കൊണ്ടുവരണമെന്നുള്ളത്. പാച്ചു ഇപ്പോൾ കറക്റ്റ് ഇപ്പോൾ ഐഡിയൽ വെയിറ്റ് ആയിട്ടുണ്ട്. അവനിപ്പോൾ 11.3, അതായത് 3 വയസ്സുള്ള കുട്ടികൾക്ക് വേണ്ടുന്ന ഒരു എന്താ പറയുക, ഒരു കറക്റ്റ് വെയിറ്റ് ഉണ്ട്. 11.3 to 18 kg ആണ് 3 വയസ്സുള്ള കുട്ടികളുടെ ഒരു വെയിറ്റിൻ്റെ റേഞ്ച് വരുന്നത്. അപ്പോൾ അതിൽ 11.3 പാച്ചു മുട്ടി നിൽക്കുകയാണ് ഇപ്പോൾ. പിന്നെ പാച്ചുവിനെ സംബന്ധിച്ച് ആ ഒരു കാൽക്കുലേഷൻ മൊത്തം നമുക്ക് എടുക്കാൻ പറ്റില്ല. അവർ ജനിച്ച വെയിറ്റ്, ഇപ്പോൾ നോർമൽ ബേബീസ് ജനിക്കുക ഒരു 2 കിലോ 2.5 കിലോയ്ക്കാണ് കുട്ടികൾ ജനിക്കുക. അപ്പോൾ അതനുസരിച്ചാണ് അവരുടെ 3 വയസ്സ് അല്ലെങ്കിൽ 1 വയസ്സിലുള്ള വെയിറ്റും 3 വയസ്സുള്ള വെയിറ്റും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പാച്ചു ഓക്കെയാണ്, കാരണം അവൻ ജനിച്ചത് 900 grams-ലാണ്. അപ്പോൾ അങ്ങനെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവൻ 3 വയസ്സിൽ ഇപ്പോൾ കറക്റ്റ് ഐഡിയൽ വെയിറ്റ് ആണ് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ വെയിറ്റിൽ മാത്രം ടെൻഷൻ അടിക്കേണ്ട, ഹെൽത്തി ആണോ നോക്കുക. വേറെ വെയിറ്റ് അല്ലെങ്കിൽ വണ്ണം വെപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സ്ട്രെസ്ഫുൾ ആവണ്ട. അത് ഞാൻ സ്വയം എക്സ്പീരിയൻസ് എന്ന് പറയാൻ പക്ഷേ കാര്യമില്ല. നമ്മൾ ഇപ്പം ഞാനാണെങ്കിലും അവന് എന്തെങ്കിലും വയർ അപ്സെറ്റ് ആയപ്പോൾ തന്നെ എൻ്റെ മനസ്സിലായോ അവൻ വെയിറ്റ് കുറയുമല്ലോ എന്നുള്ളതായിരുന്നു. അത് മാറണേക്കാൾ കൂടുതൽ അവൻ വെയിറ്റ് കുറയുമല്ലോ എന്നുള്ള ടെൻഷനായിരുന്നു. അത് നമ്മൾ അമ്മമാർക്കുള്ളതാണ്. പക്ഷെ അതല്ല അതിൻ്റെ ശരി. ഹെൽത്തി ആയിട്ടിരിക്കുകയാണെങ്കിൽ അത് മാത്രം നോക്കിയാൽ മതി. പിന്നെ അടുത്തത്, വേർ ഡു യു വോണ്ട് ടു സീ യുവർ സെൽഫ് ഇൻ ദ നെക്സ്റ്റ് 10 years? നോട്ട് എ പ്ലേസ്, യുവർ പൊസിഷൻ ആൻഡ് സ്റ്റാറ്റസ്. 10 years ഞാൻ കുറേയും കൂടിയൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വിമൻ ആവണം. എനിക്ക് കുറച്ചും കൂടി കരിയറിൽ, ഇപ്പോൾ യൂട്യൂബല്ല ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ MBA ഗ്രാജുവേറ്റ് ആണെങ്കിൽ പോലും അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എനിക്കിപ്പോൾ എൻ്റെ ലൈഫിൽ അത് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ വെറുതെ ഒരു ഡിഗ്രി എടുത്തു അത്ര തന്നെ. പക്ഷേ എനിക്ക് കരിയറിൽ കുറച്ചും കൂടി എനിക്കൊരു ജോബൊക്കെ വേണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ പാച്ചു ഏറ്റവും നല്ല രീതിയിൽ അവനെ വളർത്തിക്കൊണ്ടുവരണം എന്നുണ്ട്. കുറേയും കൂടി ഒരു എന്താ പറയുക, ഇപ്പോൾ കുറേ സ്ട്രഗിൾസിലൂടെ പോകുന്നു, ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഈ സ്ട്രഗിൾസൊക്കെ ചെന്നെത്തുന്നത് കുറച്ചും കൂടി ഞാൻ മനസ്സിൽ കണ്ട ഒരു ലൈഫ് ഉണ്ടായിരുന്നു, അതിലേക്ക് എത്തി നിൽക്കണം. ഒരു 10 വർഷം കഴിയുമ്പോൾ ഈ ഒരു ടെൻഷൻസ് എല്ലാം മാറി ഞാനൊരു കുറച്ചും കൂടി ബെറ്റർ പ്ലേസ്, ബെറ്റർ കരിയർ, എല്ലാത്തിലും ബെറ്റർ ആയിട്ടിരിക്കണം. അതിനേക്കാളൊക്കെ ഉപരി എനിക്ക് പാച്ചു ഏറ്റവും മിടുമിടുക്കനായിട്ടിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഞാൻ നോക്കിക്കാണുന്നത്. ഒരു 10 വർഷം എന്ന് പറയുമ്പോൾ പാച്ചുവിന് 13 വയസ്സ്. ആ ഒരു സമയത്തിലേക്കാണ് ഞാൻ നോക്കിക്കാണുന്നത് കേട്ടോ. അല്ലാണ്ട് ഒരുപാട് സ്വപ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ല. ഹാപ്പി ആയിട്ടിരിക്കും. താങ്ക് യു സോ മച്ച്. ആഷിയുടെ വിശേഷം എന്താ? ആഷി സുഖമായിട്ടിരിക്കുന്നു. റോണി വന്ന് പോയി. ആഷി എക്സാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിട്ടിരിക്കുന്നു. പനക്കലുണ്ട്. സെക്കൻഡ് ബേബി പ്ലാനിങ് ഉണ്ടോ? തീർച്ചയായിട്ടും സെക്കൻഡ് ബേബി വേണം. എനിക്ക് പാച്ചുവിനൊരു സിംഗിൾ ചൈൽഡായിട്ട് വളർത്താൻ താല്പര്യമില്ല. തീർച്ചയായിട്ടും അവനൊരു കൂട്ട് വേണം. ഞാൻ എപ്പോഴും പറയാറില്ല, പാച്ചുവിൻ്റെ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും, എനിക്ക് എൻ്റെ ആ ഒരു പ്രഗ്നൻസി പീരീഡ് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അടുത്തൊരു പ്രഗ്നൻസിയിൽ എനിക്ക് ആ ഒരു പ്രോസസ്സ് ടെൻഷനൊന്നും ഇല്ലാണ്ട് വളരെ സ്മൂത്തായിട്ട് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എന്താ പറയുക, പാച്ചുവിന് താഴാതികൾ വേണം. പക്ഷെ അവൻ കുറച്ചും കൂടി അവന് പറഞ്ഞാൽ മനസ്സിലാണ്. ഇപ്പോൾ അവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനെന്ന് പറഞ്ഞാൽ ഞാനാണ് അവൻ്റെ ലോകം. അപ്പോൾ പെട്ടെന്ന് അത് മാറുമ്പോൾ അതവന് പറഞ്ഞാൽ മനസ്സിലാകുന്ന പ്രായമാവണം. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 1-2 ഇയറും കൂടി
കഴിയട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അത് ഉണ്ടാവണ്ട എന്ന് വിചാരിച്ച് ഞാനൊന്നും ചെയ്യുന്നില്ല. പിന്നെ ദൈവം ഏതൊരു സമയത്താണ് നമുക്ക് എന്താണ് നിശ്ചയിച്ചിട്ടുള്ളതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെയാണ്. പാച്ചുവിന് കുറച്ചും കൂടി അവൻ പറഞ്ഞാൽ മനസ്സിലാക്കാവുന്നൊരു ഒരു ശരിക്കും പറഞ്ഞാൽ 1 വയസ്സ് കൂടി കഴിഞ്ഞാലാണ് കുറച്ചും കൂടി കാര്യങ്ങൾ കുറച്ചും കൂടി ഗൗരവമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ആണ് എൻ്റെ മനസ്സിൽ. പിന്നെ അതിന് മുൻപാണോ ദൈവം തരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അപ്പോൾ സ്വീകരിക്കാനും റെഡിയാണ്. കാരണം നമുക്ക് കിട്ടുന്നത് എപ്പോഴാണോ അത് ഏറ്റവും ഭംഗിയിൽ കൊണ്ടുപോകാനാണ് ഞാൻ നോക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ബേബി പ്ലാനിങ്ങിൻ്റെ കാര്യം കേട്ടോ. മറ്റുള്ളവർ ചോദിക്കുന്നതിൽ ഇഷ്ടം ഇല്ലാത്ത ചോദ്യം ഏതാണ്? എന്ത് ചോദ്യം ചോദിച്ചാലും എനിക്ക് പറയാൻ കുഴപ്പമില്ല. പക്ഷേ ചിലർ ഇങ്ങനെ ഡിസ്റെസ്പെക്റ്റ്ഫുള്ളായിട്ട് നമ്മളെ ചോദിക്കും ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ സെയിം കാര്യമായിരിക്കും മറ്റൊരാൾ ചോദിക്കുന്നതെങ്കിലും അവർ ചോദിക്കുന്ന രീതിയിൽ ചിലപ്പോൾ ഒരു മാറ്റം ഉണ്ടാവും. ഇത് നമുക്കിപ്പോൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാൾ നമ്മൾ നീ എന്ന് വിളിച്ചാൽ എനിക്കല്ലെങ്കിലും എനിക്കങ്ങനെ നീ എടി അങ്ങനെയൊന്നും വിളിക്കുന്നത് എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടമല്ല. പിന്നെ നമ്മൾ ഒട്ടും ഒരു പരിചയമില്ലാത്ത ഒരാൾക്കാർ വന്നിട്ട് നമ്മൾ ഡിസ്റെസ്പെക്റ്റ്ഫുള്ളി സംസാരിക്കുന്ന രീതി എനിക്കിഷ്ടമല്ല. അല്ലാണ്ട് എന്ത് ചോദ്യം ചോദിച്ചാലും അതിനെ മറുപടി പറയാൻ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഇഷ്ടക്കുറവുമില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഞാനൊരു ഓപ്പൺ ബുക്കാണ്. അപ്പം അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് ഹൈഡ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ പ്രൈവസി ഞാൻ കുറച്ച് പ്രൈവസി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റേതായ കുറച്ച് പ്രൈവസിയിൽ ഓവറായിട്ട് ഇടപെടാൻ വരുന്നതും എനിക്ക് ചില സമയത്ത് എനിക്ക് ഒരു ഡിസ്കംഫേർട്ടായിട്ട് തോന്നാറുണ്ട്. അങ്ങനത്തെ എല്ലാ ക്വസ്റ്റ്യൻസും എനിക്ക് ഇഷ്ടമില്ല. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തത് ഈ ഡിസ്റെസ്പെക്റ്റ്ഫുള്ളി നമ്മുടെ അടുത്ത് കമൻറ്റ് ചെയ്യുന്നവരെയാണ് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം. ഡിഫറൻസ് ബിറ്റ്വീൻ ആൻസൺ ആൻഡ് ഡിംപിൾസ് ഫാമിലി. ഞങ്ങളുടെ രണ്ടും എക്സ്ട്രീംലി ഡിഫറെൻറ്റ് ഫാമിലിയാണ്. ഇപ്പം ഞങ്ങളുടെ Q&A തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഞങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡാഡി മമ്മി ഞങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊരു അപ്പനാണ് അമ്മയാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ പ്രത്യേകതകളൊന്നുമില്ല. ഞങ്ങൾ 4 പേരും ഈക്വലാണ്. നമുക്ക് 4 പേർക്കും ഞങ്ങൾ ഫ്രണ്ട്സ് പോലെയാണ്. അല്ലാണ്ട് ഞങ്ങൾ തമ്മിലൊരു ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ഇപ്പോൾ എന്തുണ്ടെങ്കിലും ഒരു ഫോർമാലിറ്റീസ് ഇല്ല. ഞങ്ങൾക്കിപ്പോൾ ഈ ഒരു സെക്കൻഡിൽ എന്ത് തോന്നുന്നു അത് പറയാം, അതുള്ളതാണ്. അല്ലാണ്ട് ഒരു ഫോർമലായിട്ടുള്ളൊരു സംഗതികളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. അപ്പനാണ് അല്ലെങ്കിൽ അപ്പനോട് ഇങ്ങനെ പെരുമാറാം അങ്ങനെയൊന്നുമില്ല. ആൻസൻ്റെ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ കുറച്ചും കൂടി ഓർത്തഡോക്സ് ആണ്, കുറച്ചും കൂടി സീരിയസ് ആണ്. ഞങ്ങൾക്ക് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ കണ്ട ലോകമാണ്. മക്കൾ കണ്ട ലോകത്ത് അപ്പനമ്മയും കൂടി ഇൻവോൾവ് ആയിട്ട് ഞങ്ങൾ എന്താണോ ഞങ്ങളുടെ കൂടെ അവർ കൂടുക എന്നുള്ളതാണ്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ പപ്പയുടെയും മമ്മയുടേതായ കുറേ ചിട്ടകളുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്യണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. രണ്ടും നല്ലതാണ്, രണ്ടും 2 രീതിയിലും നല്ലതാണ്. അപ്പം പിന്നെ എല്ലാ ഫാമിലി ഒരുപോലെ ആയാൽ അതിലൊരു വെറൈറ്റി ഇല്ലല്ലോ. അപ്പോൾ രണ്ടും എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. ഒരു രീതിയിലും ഒരു ചേർച്ച എനിക്ക് തോന്നിയിട്ടില്ല 2 ഫാമിലീസുമായിട്ട് കേട്ടോ. അതാണ് ഒരു മേജർ ഡിഫറൻസ് എനിക്ക് പറയാനുള്ളത്. ആൻസൺ ചേട്ടൻ്റെ മമ്മിയുടെയും ഡാഡിയുടെയും പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ് ക്വാളിറ്റീസ്. പപ്പ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറയും ഉരുക്ക് മനുഷ്യനാണെന്ന് പറയും. അപ്പം പപ്പ ഈ പറഞ്ഞ പോലെ ഒരു സെൽഫ് മെയ്ഡ് ഒരു ബിസിനസ്മാനാണ്. അങ്ങനെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരു വലിയൊരു പ്രസ്ഥാനം കെട്ടി പപ്പയുടെ ഒറ്റ ഒരു കഴിവുകൊണ്ടാണ് ഒരു ബിസിനസ് ഒരു വലിയ ലാർജ് സ്കെയിലാണ് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് പപ്പയുടെ ഒറ്റ ഒരു ഇതുകൊണ്ടാണ്. ഇപ്പോൾ പല അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടെങ്കിലും ഇപ്പോഴും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എന്ത് പ്രതിസന്ധികൾ വന്നാലും തളരില്ല എന്നുള്ളൊരു ചങ്കുറപ്പുണ്ട് പപ്പയ്ക്ക്. ആ ഒരു ക്വാളിറ്റി എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. ആ ഒരു ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇപ്പോൾ എനിക്കാണെങ്കിലും ആൻസൺ ചേട്ടനാണെങ്കിലും അതിൻ്റെ ഒരു പകുതി ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതിനത് എനിക്കറിയില്ല. അതിപ്പോൾ എൻ്റെ ഡാഡിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡാഡിക്കൊന്നും ആ ഒരു ചങ്കുറപ്പിൻ്റെ ഒരു 10% പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ഭയങ്കര ഒരു വിൽ പവറാണ് പപ്പയ്ക്ക്. എന്താ പറയുക, എന്ത് പ്രതിസന്ധികൾ വന്നാലും അത് തരണം ചെയ്യും എന്നുള്ളൊരു ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് മമ്മിക്കും. മമ്മിയും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനപ്പുറം എന്ന് ചിന്തിച്ച് അതിനെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ആളാണ്. അപ്പോൾ ആ ഒരു 2 ക്വാളിറ്റി 2 പേരുടെയും ആ ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാവർക്കും അങ്ങനെ എളുപ്പം ഉണ്ടാവുന്ന ഒരു കാര്യമല്ല.
പിന്നെ നെഗറ്റീവ് എന്ന് പറയാൻ അങ്ങനെ പ്രത്യേകിച്ച് നെഗറ്റീവ് ഇപ്പോൾ എനിക്കിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് നെഗറ്റീവ് പറയാന്ന് വെച്ചാൽ എനിക്ക് കുറച്ചും കൂടി അവർ എന്താ പറയുക ന്യൂ ജനറേഷൻ, അതായത് നമ്മളുടെ ഒരു ജനറേഷനിലേക്ക് കുറച്ച് ഇപ്പം നമ്മളുടെ ഒരു രീതികൾ എന്താണ് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് കുറച്ചും കൂടി അവർ മനസ്സിലാക്കിയെങ്കിൽ നല്ലതായിരിക്കും എന്ന് തോന്നാറുണ്ട്. പപ്പയ്ക്ക് മമ്മിക്ക് ഇപ്പോഴും പണ്ടത്തെ ആ ഒരു ട്രഡീഷൻ കൂടുതലും പിടിച്ചു നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടേതായ കുറേ ചിട്ടകളുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളവരാണ്. അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് അഴിഞ്ഞു കിട്ടിയാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ സെക്കൻഡ് ബേബി എപ്പോഴാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതാണ് ആൻസർ കേട്ടോ. പിന്നെ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, എന്നും സ്നേഹം മാത്രം, വീഡിയോസ് എന്നും കാണാറുണ്ട്, കീപ് ഗോയിങ് ഡിയർ, താങ്ക് യു. പാച്ചുവിൻ്റെ കറൻറ്റ് വെയിറ്റ് ഞാൻ പറഞ്ഞില്ല 11.3 ഇടിച്ച് നിൽക്കുകയാണ് കേട്ടോ. പാച്ചുവിന് വിരൽ വായിലിടുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അതായത് ഉറക്കം അവന് മൂർച്ഛിച്ച് വരുമ്പോൾ അവന് വിരൽ വായിലിടണം. അപ്പോൾ ആദ്യമൊക്കെ ഞാനത് മാറ്റാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് അങ്ങനെ മാറ്റാൻ നോക്കേണ്ട കാര്യമില്ല, കാരണം അത് കുട്ടികൾ തന്നെ അവരെ എന്താ പറയുക, അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയാണ്, അവർക്കൊരു പ്രൊട്ടക്ഷൻ തോന്നാൻ വേണ്ടി ചെയ്യുന്നൊരു രീതിയാണ് തം സക്കിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാറിക്കോളും എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം ഞാനത് അങ്ങനെ എന്താ പറയുക വേണമെന്ന് വെച്ചാൽ ഞാനത് മാറ്റാൻ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവൻ തന്നെ ആ ഒരു ശീലം മാറ്റി. ഇപ്പോൾ അങ്ങനെ വിരൽ വായിലിടുന്ന ശീലമൊന്നും പാച്ചുവിനില്ല കേട്ടോ. അത് പതുക്കെ മാറിക്കോളും. നമ്മളൊരു 3 വയസ്സ് കഴിഞ്ഞിട്ടും ആ ഒരു ശീലം തുടരുകയാണെങ്കിൽ മാത്രം അത് കോൺഷ്യസ് ആയാൽ മതി. അതിന് മുമ്പാണെങ്കിൽ കുട്ടികളല്ല, അപ്പോൾ അവരുടെ ഒരു പ്രൊട്ടക്ഷൻ അവർ തന്നെ നോക്കുകയാണ്. അപ്പോൾ അത് നമ്മളങ്ങനെ ബലമായിട്ടത് മാറ്റാൻ ശ്രമിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ. ഡിവൈൻ ഡിംപിൾ മമ്മിയെയും ഇതുവരെ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് മീറ്റിങ്ങിൽ കാണാറില്ലല്ലോ. പല കോൾസ് വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങളങ്ങനെ പോയിട്ടില്ല. ഞങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ ചാനലിൻ്റെ മുമ്പിൽ വന്നിട്ട് ഭയങ്കര എന്താ പറയുക വർത്താനമൊക്കെ ആണെങ്കിലും സത്യത്തിൽ ഞങ്ങൾ എല്ലാവരും കുറച്ച് ഇൻട്രോവേർട്ടായിട്ടുള്ള ആൾക്കാരാണ്. ഇച്ചിരി ചമ്മലാണ്. അങ്ങനെ ഒരു ഇൻഫ്ലുവൻസേഴ്സ് മീറ്റിങ്ങിലൊക്കെ പോയിട്ട് നമുക്കറിയില്ലല്ലോ, അധികം ആൾക്കാരൊന്നും ഞങ്ങൾക്ക് അറിയില്ല. നമ്മൾ ഈ വീട്ടിൽ ഞങ്ങൾ പരസ്പരം ഈ 3 യൂട്യൂബേഴ്സിനെ എനിക്കും മമ്മിക്കൊക്കെ അറിയുള്ളൂ. ഡിവൈന് പിന്നെയും കുറച്ചും കൂടി യൂട്യൂബേഴ്സായിട്ട് അറിയുകയും കണക്ഷൻസൊക്കെ ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്തോ പോകാൻ തോന്നിയിട്ടില്ല, അതുകൊണ്ടാണ് പോവാത്തത്. കോളുകൾ വന്നിട്ടുണ്ട് മീറ്റിങ്സിനൊക്കെ, പക്ഷേ പോയിട്ടില്ല. ഒരു ദിവസം ഇവിടെ വരും പാലിയേറ്റീവ് കെയർ സെൻ്ററാണ്. ഏജ്ഡായ അമ്മമാരുണ്ട് എറണാകുളം പനങ്കാട്. സിനി വർഗീസ് തീർച്ചയായിട്ടും വരാട്ടോ. എറണാകുളത്തൊക്കെ ആകുമ്പോൾ എനിക്ക് വരാനും എളുപ്പമാണ്. പിന്നെ പുറത്ത് വേറെ ജോലി കിട്ടിയാൽ പോകുമോ? സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ എനിക്ക് പാച്ചുവിനെ ഇപ്പം ഇനി പ്ലേ സ്കൂളിൽ കണ്ടിന്യൂസ് ആയി പോയി തുടങ്ങിയാൽ കുറച്ച് ഫ്രീ ആവാനുള്ള ഒരു സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും ഒരു കരിയർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കരിയർ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ MBA കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി, അപ്പോൾ അത്യാവശ്യം ഇയർ ഗ്യാപ്പായി. അപ്പോൾ അതുകൊണ്ട് ഓടിപ്പോയിട്ടൊരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും അതിന് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന എന്തെങ്കിലും നല്ലൊരു കോഴ്സ് ചെയ്ത് നല്ലൊരു പോസ്റ്റിൽ കയറണം എന്നുണ്ട് എനിക്ക് കൂടുതലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വർഷത്തിലെന്തെങ്കിലും പാച്ചു ഒന്ന് സ്കൂളിങ്ങൊക്കെ ആവുന്ന സമയത്ത് എനിക്ക് ഒരു നല്ലൊരു പോസ്റ്റിൽ ഇരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ജോലിയായിട്ട്. കാരണം യൂട്യൂബ് എന്ന് നമുക്ക് ശാശ്വതമല്ലല്ലോ. ഇപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്നത് ശരിക്കും ഒരു സൈഡിൽ നോക്കുമ്പോൾ എൻ്റെ എൻ്റർടൈൻമെൻറ്റാണ്, അടുത്ത സൈഡിൽ തീർച്ചയായിട്ടും ഒരു ജോലിയായിട്ടും ഞാൻ കണക്കാക്കുന്നുണ്ട്. കാരണം ഞാൻ ഇൻഡിപെൻഡൻ്റ് ആവുന്നത് യൂട്യൂബ് റവന്യൂയിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇത് ശാശ്വതവും അല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ യൂട്യൂബൊക്കെ കൂടി തട്ടിക്കൂട്ടി കൊണ്ടുപോവാണ്. പക്ഷേ ഭാവിയിൽ എനിക്ക് എന്തെങ്കിലും ഒരു കരിയർ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു നല്ല രീതിയിലൊരു ജോലിക്ക് കയറണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. ആക്ച്വലി നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു? അല്ല, ഭയങ്കര എന്താ പറയുക, ടിപ്പിക്കൽ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഡിംപിളിൻ്റെ ബ്യൂട്ടി ടിപ്സ് ഇടും നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ എല്ലാ വീഡിയോസിലും ഇങ്ങനെ സ്കിന്നിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് എനിക്ക് തോന്നുന്നു സ്കിൻ കെയർ വീഡിയോ ഞാൻ ഇട്ടത് ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ആ സെയിം സ്കിൻ കെയർ റുട്ടീൻ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ കറക്റ്റ് മനസ്സിലാവും എന്താണെന്നുള്ളത്. ഒന്നുമില്ല, കുറേ പൊടിക്കൈകളാണ്, അല്ലാണ്ട് എന്താ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളും ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല. വളരെ ജെനുവൻ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീനാണ് അതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും എന്തൊക്കെയാണെന്നുള്ളത്. ഡിംപിളിന് ജിമ്മിൽ പോകാൻ താല്പര്യമുണ്ടോ?
സത്യം പറഞ്ഞാൽ സാഹചര്യം ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് എല്ലാത്തിനും താല്പര്യം കൂടുക. ഇപ്പോൾ ചോദിച്ചാൽ താല്പര്യം ഉണ്ടെന്ന് പറയും. എനിക്കിപ്പോൾ ജിമ്മിലൊക്കെ ഒന്ന് പോയാൽ കൊള്ളാം, മറ്റേ ബോഡിയൊക്കെ ഒന്ന് ടോൺ ഡൗൺ ചെയ്യാം എന്ന് തോന്നാറുണ്ട്. പക്ഷെ മുമ്പ് ജിമ്മിൽ കൊണ്ടാക്കിയിരുന്ന സമയത്ത് കല്യാണത്തിന് മുമ്പൊക്കെ ഞാൻ എന്നെ 2-3 വട്ടം ജിമ്മിലൊക്കെ കൊണ്ട് ആക്കിയിട്ടുണ്ട്. പെട്ടെന്ന് 2 ദിവസം പോയിട്ട് ഭയങ്കര വർക്കൗട്ടായിരിക്കും, പിന്നെ 3-ാം ദിവസം വർക്കൗട്ടിൻ്റെ ആ ഒരു ഇതങ്ങ് കുറയും, പിന്നെ 4-ാം ദിവസം തൊട്ട് പോവില്ല. അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് പോകണം എന്നുണ്ട്. പക്ഷെ അതെപ്പോൾ പോവും, എങ്ങനെ പോവും എന്നുള്ളതൊക്കെ ആലോചിച്ച് ഇതുവരെ പിന്നെ പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പാച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് ആൻസിൻ്റെ മാതാപിതാക്കളെ പങ്കെടുപ്പിക്കാത്തത് എന്താ? അവരുടെ ഒരു പേരക്കുട്ടിയല്ലേ പാച്ചു. പങ്കെടുപ്പിക്കാത്ത അങ്ങനെയൊന്നുമില്ല. ഇതൊന്നാമത് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, പാച്ചുവിൻ്റെ ബാപ്റ്റിസം പനക്കിലായിരുന്നു. ഫസ്റ്റ് ബർത്ത്ഡേ, സെക്കൻഡ് ബർത്ത്ഡേ എല്ലാം പനക്കിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. തേർഡ് ബർത്ത്ഡേ നമ്മൾ അങ്ങനെ വലിയൊരു ആഘോഷമാക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല. നമ്മളിവിടെ പ്ലേ സ്കൂളിലാണ് സാഹചര്യവശാൽ ചെയ്തത്. ആൻസൺ ചേട്ടൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു ആഘോഷവും വേണ്ട എന്ന് നമ്മൾ കോൺഷ്യസ്ലി എടുത്തൊരു കാര്യമാണ്. പിന്നെ പ്ലേ സ്കൂളിൽ കേക്ക് കട്ടിങ്ങിൽ തുടങ്ങി, അത് ഫോട്ടോസൊക്കെ ആയി വന്നപ്പം അത് ഒരു ആഘോഷമായിട്ട് മാറി. പക്ഷെ അത് ഫാമിലി ആരുമില്ല. നിങ്ങൾ ഡാഡീനെയും മമ്മീനെയും നിങ്ങൾ ആഘോഷങ്ങൾ കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് അവിടെ ഡാഡിയും മമ്മിയും ഒന്നുമില്ല, അവർ വീട്ടിലായിരുന്നു. പിന്നെ പ്ലേ സ്കൂളിൽ നമുക്ക് അവിടെ കുട്ടികളുടെ ഇടയിൽ നമ്മുടെ പാരൻസിനെ അല്ലെങ്കിൽ നമ്മുടേതായ കുറേ ആൾക്കാരെ കൊണ്ട് ചെല്ലാന്ന് പറഞ്ഞത് അവർക്ക് അവരുടേതായ പ്രൈവസിയും അല്ലെങ്കിൽ അവരുടേതായ ലിമിറ്റേഷൻസും ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നമുക്ക് എന്നെ വരെ ഇരുത്തി കേക്കട്ടെ ഏൽപ്പിച്ചത് അവർ ചെയ്തു തന്ന ഒരു കാര്യമാണ്. അപ്പം അതിൻ്റെ ഇടയിലേക്ക് ഇവിടുന്ന് ഡാഡി മമ്മി ആയാലും ഉണ്ടായിരുന്നില്ല, അവർ ഫുഡ് തരാൻ വേണ്ടി വന്നതാണ്. കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് ആരുമില്ല. കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് ഞാനും പിന്നെ അവിടെയുള്ള ടീച്ചേഴ്സും കാര്യങ്ങളും, ഡിവൈൻ ഉണ്ടായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി മാമിനോട് പറഞ്ഞിട്ട് ഡിവൈൻ വന്നിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് ഡാഡിയും മമ്മിയും പോലും, ഇവിടെ ഉണ്ടായിരുന്ന ഡാഡിയും മമ്മിയും പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പപ്പയും മമ്മിയും പിന്നെ ഇവിടേക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ടാണ് അവർ വരാണ്ടിരുന്നത്. അല്ലാത്ത സമയത്ത് വരികയും കാണുകയും ഒക്കെ ചെയ്യാറുണ്ട്. അല്ലാണ്ട് ഒരു ആഘോഷങ്ങൾക്ക് പങ്കെടുപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു രീതി മാറിയില്ല. പിന്നെ ആൻസൺ ചേട്ടനും ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ അതിന് അത്ര ഇമ്പോർട്ടൻസേ ആ ഒരു ബർത്ത്ഡേക്ക് നമ്മൾ ഇത്തവണ കൊടുത്തിരുന്നുള്ളൂ. പിന്നെ പാച്ചുവിൻ്റെ പല്ലിന് കേടുണ്ടോ? എനിക്കും സെയിം ഏജ് മോനുണ്ട്. പല്ല് തേക്കാൻ മടിയാണ്, എന്താണ് ചെയ്യേണ്ടത്? പാച്ചുവിൻ്റെ പല്ലിനത് അവന് മെഡിസിൻസിൻ്റെ കുറച്ച് അലർജി ഉണ്ടായിരുന്നു. കുഞ്ഞിലേ മുതൽ കുറച്ച് മെഡിസിൻസിൻ്റെ അലർജി ഉണ്ടായിരുന്നു. പിന്നെ അവന് രാത്രി പാല് കുടിക്കുന്ന ഒരു ശീലം ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ വരുമ്പം പല്ലിൽ ചെറിയൊരു കേട് വരുന്നതാണ്, ഒരു ഡിസ്കളറേഷൻ ഉണ്ട്. അപ്പോൾ അതിന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളതൊരു എൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു തന്നു. അത് ഞാൻ വാങ്ങിച്ചെങ്കിലും അവനും ഈ പറഞ്ഞ പോലെ ബ്രഷ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അതുകൊണ്ട് പേസ്റ്റ് ഇട്ട് ബ്രഷ് ചെയ്യലൊന്നും ഇപ്പോൾ അങ്ങനെ റെഗുലറായിട്ട് പറ്റാറില്ല. ഞാൻ കൈകൊണ്ട് മറ്റേ ബ്രഷ് വെച്ച് ചെയ്യാറാണ് പതിവ്. കറക്റ്റായിട്ട് ആ ടൂത്ത് പേസ്റ്റിൽ ബ്രഷ് ചെയ്താൽ കേടായി മാറില്ല, പക്ഷേ ഇനി കേടാവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. പക്ഷെ അത് പാച്ചു അങ്ങനെ ഡെയിലി അതങ്ങനെ ക്ഷമയിൽ നിന്ന് തരാറില്ല. പ്രഗ്നൻസിയിൽ ടൈമിൽ വരുന്ന ഡിസ്കളറേഷൻ എങ്ങനെയാണ് മാറ്റുക? കഴുത്തിലെ കറുപ്പ് എനിക്ക് പ്രഗ്നൻസി കഴിഞ്ഞിട്ട് വളരെ എന്താ പറയുക, ഭയങ്കര വൃത്തികേടായിട്ട് വന്നിരിക്കും. ഒരു 2 മാസം മുമ്പ് വരെ ആ ഒരു വൃത്തികേട് ഭയങ്കര കൂടുതലായിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്തത് ഈ നേരത്തെ മറ്റേ സ്കിൻ കെയർ റുട്ടീനിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഫേസിൽ എന്തിടുന്നു അത് ഞാൻ കഴുത്തിൽ ഇട്ടിരുന്നു. അപ്പോൾ ആ സെയിം സംഭവം തന്നെയാണ് ഞാൻ ചെയ്യാറ്. പിന്നെ ഈ കോഫി പൗഡർ ആൻഡ് ലെമൺ സ്ക്രബൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്ന റുട്ടീൻ ഞാൻ നമ്മുടെ സ്കിൻ കെയർ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ. ഇപ്പോഴത്തെ സ്കിൻ കെയർ ചോദിച്ചിട്ട് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ സ്കിൻ കെയർ വീഡിയോ ഒന്ന് കണ്ടോളൂ കേട്ടോ. ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ആ വീഡിയോ. ഇനി ചേച്ചി എന്തുകൊണ്ടാണ് സിനിമ ഫീൽഡിലേക്ക് വരാത്തത്? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് സിനിമ എൻ്റെ പാഷനല്ലായിരുന്നു. എങ്ങനെയോ അബദ്ധവശാൽ വന്ന് പെട്ടതാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക്. അങ്ങനെ വന്നു, കുഞ്ഞിലെ കുറേ ചെയ്തു. അന്നൊക്കെ പിന്നെ ആ ഒരു എന്താ പറയുക, കുട്ടിത്തത്തിൽ അങ്ങനെ ചെയ്തു പോയി. പിന്നെ എനിക്ക് എന്തോ
ഒരു നമുക്ക് എന്തിനോട് നമുക്കൊരു ഇഷ്ടം വേണമല്ലോ ചെയ്യാൻ. അങ്ങനെ സിനിമയോടൊരു പ്രത്യേകിച്ചൊരു എനിക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ആഗ്രഹമൊന്നും തോന്നിയില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെയും എനിക്ക് സീരിയൽസിനോട് കുറച്ചും കൂടി എനിക്കിഷ്ടമായിരുന്നു. സീരിയലിൽ ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമയും സീരിയലും വന്നാൽ ആ ഒരു സമയത്ത് ഞാൻ എപ്പോഴും സീരിയലാണ് ഞാൻ ചൂസ് ചെയ്യാറ്. എനിക്ക് സീരിയലിനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. കാരണം എനിക്ക് കൂടുതലും നല്ല ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുള്ളത് സീരിയലിലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സീരിയലിനോട് കൂടുതൽ ഇഷ്ടമായിരുന്നു. സിനിമയിൽ നമുക്ക് ഇപ്പോൾ കാസനോവ കഴിഞ്ഞിട്ട് ഒന്ന് വേണമെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാമായിരുന്നു. അന്ന് എല്ലാവരും പറഞ്ഞതാണ് കാസനോവ കഴിഞ്ഞിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് കുറച്ച് പോർട്ട്ഫോളിയോസൊക്കെ ചെയ്തിട്ട് നമുക്ക് പതുക്കെ സിനിമയിൽ തന്നെ എന്തെങ്കിലും നല്ല രീതിയിൽ രണ്ടാമത് റീ എൻട്രി ചെയ്യാമെന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് കാസനോവ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് വേറൊരു സീരിയലിൽ നല്ലൊരു ക്യാരക്ടർ വന്നപ്പോൾ ഞാൻ വേഗം അതെടുത്ത് ചെയ്തു. പിന്നെ അന്നത്തെ ഒരു രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സീരിയലിൽ ചെയ്തധികം ഫെമിലിയർ ആയി കഴിഞ്ഞാൽ സിനിമയിലേക്ക് അധികം ഓഫേഴ്സ് കുറയും. ഇപ്പോഴത്തെ രീതി അങ്ങനെയല്ല, പണ്ട് അങ്ങനെയായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും അങ്ങനെ സിനിമയ്ക്ക് വേണ്ടി ഞാനും അങ്ങനെ പിന്നാലെ പോയിട്ടില്ല. ഇപ്പോൾ എനിക്ക് അറിയില്ല, എനിക്ക് ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ടോയെന്ന് പലരും ചോദിക്കുമെങ്കിലും എനിക്കെന്തോ അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അറിയില്ല കേട്ടോ. ഇനി ഭാവിയിൽ ഇനിയിപ്പോൾ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി വന്നാൽ ആ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ എനിക്ക് യെസ് പറയാൻ തോന്നിയാൽ ചെയ്യുമോ എന്നുള്ളതും എനിക്കറിയില്ല. ഇപ്പോൾ എന്തായാലും അങ്ങനെ പ്ലാനില്ല. ഓക്കേ, പിന്നെ ഇപ്പോൾ പാച്ചു നമ്മുടെ കൂടെ ഉണ്ടാവും കേട്ടോ. അവനൊന്ന് ഉറക്കത്തിൽ നിന്ന് എണീറ്റു. അപ്പോൾ എന്തായാലും വീഡിയോ എടുത്ത് തുടങ്ങിയതല്ലേ, അപ്പോൾ നമുക്ക് പറ്റാവുന്നിടത്തോളം ഇപ്പം തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, പാച്ചുവിൻ്റെ പ്രോബ്ലംസ് എല്ലാം ശരിയായോ? ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. പാച്ചു മിടുമിടുക്കനായി. അവനിപ്പോൾ ദൈവം സഹായിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഉഷാറായിട്ടിരിക്കുന്നു. ഡെവലപ്മെൻറ്റ് മൈൽ സ്റ്റോൺസൊക്കെ അച്ചീവ് ചെയ്തു, അങ്ങനെയായിട്ടിരിക്കുന്നു കേട്ടോ. 3 പേരുടെയും വീഡിയോസ് കാണാറുണ്ട്, എല്ലാവരും ഒത്തിരി ഇഷ്ടം, പ്രത്യേകിച്ച് 3 കുഞ്ഞുങ്ങൾ. താങ്ക് യു സോ മച്ച്. പനക്കൽ വീട്ടിലെ മമ്മിയും പപ്പയും ഒക്കെ ഡിംപിളിൻ്റെ ചാനൽ തുടങ്ങിയപ്പോൾ സപ്പോർട്ടായിരുന്നു. അവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. അതുപോലെ ആഷിയുമായിട്ട് ഫ്രണ്ട്ലി ആണോ? ഇവിടെ ദിവാനുമായിട്ട് നല്ലപോലെ കൂട്ടാണല്ലോ. അതെ, പനക്കൽ വീട്ടിൽ പപ്പയും മമ്മിയും സപ്പോർട്ടായിരുന്നു. നമുക്ക് ആദ്യം ഒക്കെ ഷൂട്ട് ഉണ്ടാവാറ് പനക്കിലുള്ള സമയത്തല്ലേ, അപ്പോൾ അത് അവരുടെ ഇല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അവിടെ ഷൂട്ടുള്ള സമയത്ത് പപ്പയും മമ്മിയാണ് പാച്ചുവിനെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പപ്പയും മമ്മിയും എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് എക്സ്പ്രസ് ചെയ്യാത്ത ആൾക്കാരാണ്. അങ്ങനെ വീഡിയോസ് കണ്ടു അല്ലെങ്കിൽ അതിനങ്ങനെ അഭിപ്രായം അങ്ങനെ ഒരുപാട് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാത്ത ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയേ ഉള്ളൂ. അല്ലാണ്ട് സപ്പോർട്ടിന് യാതൊരു കുറവുമില്ല. ചെയ്യണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. അതുപോലെ ആഷിയായിട്ട് ഞങ്ങൾ നല്ല കൂട്ടാണ്. എനിക്ക് ഇവിടെ എന്നേക്കാൾ കൂട്ട് ഇപ്പോൾ പാച്ചുവാണ്. ഇവർ നല്ല കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ആഷ്യമായി എന്നൊക്കെ വിളിച്ച് നടക്കണേ കേൾക്കാറുണ്ട്. പിന്നെ ആഷി എപ്പോഴും എക്സാംസും പഠിത്തമൊക്കെ ആയിട്ട് എപ്പോഴും ബിസി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുള്ള സമയത്ത് വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് കേക്ക് ബേക്ക് ചെയ്യലും കാര്യങ്ങളും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്കിൻ നല്ല ഗ്ലോ ആയി, കളറും വന്നു, അതെങ്ങനെയാണ്? സ്കിൻ കെയർ വീഡിയോ കണ്ടാൽ മതി, അതിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഡിംപിൾ ചേച്ചി പ്രഗ്നൻസി ടൈമിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ ചെക്കപ്സ് നടത്തണം എന്നാണ് തോന്നിയിട്ടുള്ളത് ആസ് യുവർ എക്സ്പീരിയൻസ്? പ്രഗ്നൻസി ടൈമിൽ ഞാൻ പറയാം, പ്രഗ്നൻസി ടൈമിൽ മാക്സിമം ടെൻഷനൊക്കെ ഒഴിവാക്കി നമ്മൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കണം, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം. ഡോക്ടേഴ്സ് എന്ത് പറയുന്നു, അപ്പം നമ്മളിപ്പോൾ ഒരാളുടെ ഹെൽത്ത് കണ്ടീഷൻ പോലെ ആയിരിക്കില്ല ഒരാളുടെ പ്രഗ്നൻസിയുടെ എക്സ്പീരിയൻസ് പോലെ ആയിരിക്കില്ല അടുത്ത ആൾക്ക് ഉണ്ടാവുക. ഒരാൾക്ക് ആക്റ്റീവായിട്ട് ഇരിക്കാനായിരിക്കും അവരുടെ ബോഡിക്ക് നല്ലത്, ഒരാൾക്ക് ചിലപ്പോൾ ബെഡ് റെസ്റ്റ് ആയിരിക്കും പറയുക. അപ്പോൾ അത് ഓരോരുത്തരുടെയും ഹെൽത്ത് കണ്ടീഷൻ പോലെ അവരവരുടെ ഡോക്ടേഴ്സ് എന്ത് പറയുന്നു, ഡോക്ടേഴ്സ് പറയുന്നത് മാത്രം കേട്ട് അതുപോലെ ഫോളോ ചെയ്യുക. വേറൊരാളുടെയും അഭിപ്രായവും കാര്യങ്ങളൊക്കെ നോക്കാൻ നിൽക്കരുത്. ഇതാണ് ഞാൻ തരുന്നൊരു അഡ്വൈസ്. അല്ലാണ്ട് വേറൊരാളുടെ പ്രഗ്നൻസി പോലെ ആയിരിക്കും നമ്മുടെ ഒരിക്കലും വിചാരിക്കരുത്. അത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ഡോക്ടേഴ്സ് എന്ത് പറയുന്നു അത് മാത്രം കേട്ട് മുന്നോട്ട് പോവാം കേട്ടോ. ക്യാൻ യു പ്ലീസ് ഡു പാച്ചൂസ് ലഞ്ച് ബോക്സ് റെസിപ്പീസ് വീഡിയോ? ചെയ്യാം കേട്ടോ. ഹായ് പാച്ചു, ഒരു അനിയനോ അനിയത്തിയോ വേണ്ടേ? തീർച്ചയായിട്ടും വേണം. അടുത്തത്, കണ്ണിൻ്റെ അടിയിൽ കാണുന്ന കറുപ്പ് മാറാൻ എന്തെങ്കിലും പറഞ്ഞു തരുമോ? ബ്യൂട്ടി ടിപ്സും. എനിക്കങ്ങനെ ഡാർക്ക് സർക്കിൾസ് അങ്ങനെ കാര്യമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഡാർക്ക് സർക്കിൾസിനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ അതിനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ടിപ്സ് ഉള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. സ്കിൻ കെയർ ഒരു സീരീസ് ആയിട്ട് ഇടൂ,
സീരീസിന് മാത്രമുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നത്, എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മറ്റേ സ്കിൻ കെയർ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. പാച്ചുവിനെ പ്രഗ്നൻ്റ് ആയത് ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടാണോ അതോ നോർമലാണോ? ചോദിച്ചതൊന്നും കൊണ്ടല്ല, എനിക്ക് കുട്ടികളില്ല, ട്രീറ്റ്മെൻറ്റ് നടക്കുകയായിരുന്നു, ഇപ്പോൾ നിർത്തി, അതാ ചോദിച്ചത്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് PCOD ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ PCOD ഒന്ന് സപ്രസ് ചെയ്യാനായിട്ട് വെയിറ്റ് കുറച്ചിരുന്നു, PCOD സംബന്ധമായ ട്രീറ്റ്മെൻറ്റ്സ് എടുത്തിരുന്നു. അതിനുശേഷം അതൊക്കെ കൺട്രോൾ ആയതിനു ശേഷമാണ് കൺസീവ് ആയത്. ഡിംപിൾ ഡിവൈൻ തമ്മിലുള്ള സ്നേഹം കാണുമ്പോൾ കൊതി തോന്നുന്നു നിങ്ങളിൽ ഒരാളായി ആവാൻ. ഐ ലവ് യു. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ഇടയ്ക്ക് പിണങ്ങാറൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും വലിയ പിണക്കൊന്നും ഉണ്ടാവാറില്ല. ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഏകദേശം വേവ് ലെങ്ത് ഒരുപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവം സഹായിച്ച് ഇന്ന് വരെ അങ്ങനെ വലിയൊരു എന്താ പറയുക പിണക്കം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പോണോടത്തോളം ഇങ്ങനെ പോട്ടെ അല്ലേ. സെക്കൻഡ് ബേബി പ്ലാൻ ചെയ്യുന്നില്ലേ? പാച്ചുവിന് കൂട്ടായിട്ട് കെസ്റ്റർ ബേബി നിങ്ങളുടെ അടുത്തെത്താൻ ആഗ്രഹിക്കുന്നുണ്ടാവും. യെസ്, തീർച്ചയായിട്ടും ഉണ്ടാവും. അത് ഈ പറഞ്ഞ പോലെ ദൈവത്തിന് സമയമായി എന്ന് തോന്നുമ്പോൾ തരട്ടെ. അപ്പം ഞങ്ങൾ സ്വീകരിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഡിംപിളുടെ സ്കൂൾ കോളേജ് കാലഘട്ടം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, അതിനെക്കുറിച്ച് പറയൂ. പിന്നെ പാച്ചുവിൻ്റെ ഡെലിവറി സ്റ്റോറി ഇപ്പോഴും പറയാറുണ്ട്, പക്ഷേ പ്രീമച്വർ ബേബി ആയതുകൊണ്ട് പിന്നീടുണ്ടായ കോംപ്ലിക്കേഷൻസും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യവും പറയാം. ഇതുവരെ ഗ്രോത്ത് സ്റ്റേജിൽ വന്ന ചലഞ്ചസും ഓവർകം ചെയ്തതും. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സത്യമാണ്. ഞാനും ഇപ്പോഴാണ് ആലോചിക്കുന്നത്, എൻ്റെ സ്കൂൾ കോളേജ് കാലഘട്ടത്തിനെ കുറിച്ച് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളത്. അങ്ങനെ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം, ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ സ്കൂൾ കോളേജ് കാലഘട്ടം. സത്യം പറഞ്ഞാൽ സ്കൂൾ കാലഘട്ടം. ഞാൻ LKG UKG സെൻറ്റ് സെബാസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ ചിറ്റാറ്റുവരെയാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ സ്കൂളിലെ ടീച്ചേഴ്സുമാണ് എന്നെ എന്താ പറയുക, ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാനുള്ള ഏറ്റവും വലിയ കാരണക്കാരെന്ന് ഞാൻ പറയും. കാരണം അവിടുന്ന് തന്നിട്ടുള്ള സ്റ്റേജ് എല്ലാ കോമ്പറ്റീഷൻസിനും ഞങ്ങൾക്ക് തന്നിട്ടുള്ള എൻകറേജ്മെൻറ്റ്. ഞാനൊക്കെ എന്താ പറയുക PKG മുതൽ അവിടെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. PKG മുതൽ 4ാം ക്ലാസ് വരെ സെൻറ്റ് സെബാസ്റ്റ്യൻസിലായിരുന്നു. അപ്പോൾ ഈ ഇത്രയും വർഷങ്ങൾ എല്ലാത്തിനും ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക ആനുവൽ ഡേ എടുത്താൽ അതിൻ്റെ പ്രയർ സോങ് മുതൽ ജനഗണമന വരെ പാടാൻ ഡിംപിൾ റോസ് ഉണ്ടാവും. ഞാൻ മാത്രമല്ല, അന്ന് അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പുതിയ സ്കൂളായിരുന്നു, അതുകൊണ്ട് അധികം കുട്ടികളുണ്ടായിരുന്നില്ല, വളരെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിലും ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ പഠിച്ചത് നമ്മുടെ ക്രൈസ്റ്റ് കിങ്ങിലായിരുന്നു, ക്രൈസ്റ്റ് കിങ് കോൺവെൻറ്റ്. യൂത്ത് ഫെസ്റ്റിവൽസിൻ്റെ ഒരുപാട് നല്ല ഓർമ്മകൾ. പിന്നെ ഈ സീരിയലിലൊക്കെ ഏറ്റവും ബിസി ആയിരുന്ന സമയത്തായിരുന്നു ക്രൈസ്റ്റ് കിങ്ങിൽ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്ന സമയം. ഈ പറഞ്ഞ പോലെ ഏറ്റവും നല്ല മെമ്മറീസ് യൂത്ത് ഫെസ്റ്റിവൽസാണ്. സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവൽ, അത് കഴിഞ്ഞിട്ട് ഉപജില്ലാ മത്സരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്, ഫ്രണ്ട്സ്, നല്ല നല്ല ഓർമ്മകളാണ്. എനിക്ക് തോന്നുന്നത് അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞു തീർത്താൽ അത് ഡ്യൂറേഷൻ ഒരുപാടായിപ്പോവും. അത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോയിൽ ഞാൻ പറയാം. അതുപോലെ തന്നെ ഈ ചോദിച്ച പ്രീമെച്യൂരിറ്റി, അതായത് ഈ കോംപ്ലിക്കേഷൻസ് കാര്യങ്ങൾ ഒക്കെ, അതും ഈ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു വീഡിയോയിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തു വരും. കാരണം ചെറുതൊന്നും അല്ല കോംപ്ലിക്കേഷൻസ് ആയിരുന്നത്. കടമ്പകൾ ഒരുപാട് കിടക്കാനുണ്ട്. സത്യം പറഞ്ഞാൽ 3 വയസ്സാണ് അതിൻ്റെ ഒരു എന്തായിരിക്കും ആ കുട്ടി എന്നുള്ളതിൻ്റെ ഒരു ടൈം പീരീഡ് പറയാം. ശരിക്കും ആ ഒരു 3 വയസ്സ് എത്തി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എനിക്ക് വേണമെങ്കിൽ കറക്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഞാനതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ, ഉടനെ തന്നെ ചെയ്യാം. പിന്നെ അടുത്തത്, ചേച്ചി എന്താ ആൻസി വീട്ടിൽ നിൽക്കാത്തത്? ചുമ്മാ ചോദിച്ചതാണ് കേട്ടോ. എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ചോദ്യം ഇതാണ് കേട്ടോ. ഞാനിത് Q&Aയിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഒന്നാമത് ആൻസൺ ചേട്ടൻ അവിടെ ഇല്ല, വീട്ടിലില്ല. മെയിൻ റീസൺ നമുക്ക് പാച്ചുവിൻ്റെ അവൻ്റെ ഗ്രോത്തിന് അവനിപ്പോൾ പല കാര്യങ്ങളും അവന് പല സപ്പോർട്ടിൻ്റെയും ആവശ്യങ്ങളുണ്ടായിരുന്നു. ഇപ്പം ഇല്ല, പക്ഷെ ഉണ്ടായിരുന്ന സമയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെ എളുപ്പത്തിനാണ് ഞാനിവിടെ വന്ന് നിന്നത്. ഇപ്പോൾ ലാസ്റ്റ് പറയുകയാണെങ്കിൽ പാച്ചുവിൻ്റെ സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പിക്കൊക്കെ അവനെ വിടുന്നുണ്ടായിരുന്നു.
അപ്പോൾ അതെല്ലാത്തും എനിക്ക് ആക്സസ് ചെയ്യാൻ എളുപ്പം ഇവിടെ തൃശ്ശൂർ നിൽക്കുമ്പോഴാണ്. അതായത് ഇവിടെ നിന്ന് എനിക്ക് ജസ്റ്റ് നമ്മുടെ ഈ പൂച്ചട്ടിയിൽ തന്നെയാണ് ഈ പറഞ്ഞ തെറാപ്പി സെൻറ്ററും അവൻ്റെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു 2 കിലോമീറ്ററിൻ്റെ ചുറ്റളവിലാണ് ഉള്ളത്. പനക്കിൽ നിന്നാവുമ്പോൾ എല്ലാത്തിനും ഞാൻ കൊടുങ്ങല്ലൂർ പോകണം, അല്ലെങ്കിൽ എറണാകുളത്ത് പോകേണ്ട സിറ്റുവേഷനാണ്. അപ്പോൾ അത് അവനും ബുദ്ധിമുട്ടാണ്, എനിക്കും ബുദ്ധിമുട്ടാണ്. അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഞാൻ ഒറ്റയ്ക്ക് എവിടെയും ട്രാവൽ ചെയ്യാത്ത ഒരാളാണ്. പിന്നെ നമുക്ക് ഇവിടെ ഏറ്റവും ആക്സസിബിളായിട്ട് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നാട്ടുകാരെ ബോധിപ്പിക്കാനായിട്ട് നമ്മളിപ്പോൾ അവിടെ നിൽക്കേണ്ട കാര്യമില്ല. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ആൻസൺ ചേട്ടനും അവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എവിടെ നിൽക്കുമ്പോഴാണോ സൗകര്യം അതാണല്ലോ നോക്കേണ്ടത്. അപ്പോൾ എനിക്ക് ഇവിടെ നിൽക്കുന്നതാണ് സൗകര്യം, എൻ്റെ വീട്ടുകാർക്കും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ അതല്ലേ ചൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഡിംപിൾ UG PG ഏത് സബ്ജക്റ്റാണ് പഠിച്ചത്? ആൻസൺ ചേട്ടൻ എന്താ പഠിച്ചത്? ഡോൺ ഡിവൈൻ എല്ലാവരുടെയും ക്വാളിഫിക്കേഷൻ. ഡാഡി എന്താ ചെയ്യുന്നത്? ഡോൺ ചേട്ടൻ എന്താണ് ബിസിനസ്? എല്ലാവരുടെയും ക്വാളിഫിക്കേഷനാണല്ലോ ചോദിച്ചിട്ടുള്ളത്. ഞാൻ ഡിഗ്രിക്ക് BA ലിറ്ററേച്ചർ ആയിരുന്നു കേട്ടോ. BA ലിറ്ററേച്ചർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ബന്ധമില്ലാത്ത MBA ആണ് ചെയ്തത്. ഇതാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ. പിന്നെ ആൻസൺ ചേട്ടൻ ഓസ്ട്രേലിയയിലായിരുന്നു ക്വാളിഫിക്കേഷൻ, ഇൻ്റർനാഷണൽ ബിസിനസ്സിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെന്താ, ഡാഡിക്ക് ബിസിനസ്സാണ്. ഡാഡിക്ക് ഞങ്ങൾക്ക് 25 ഇയേഴ്സായിട്ട് പാവർട്ടിയിൽ ഓട്ടോമൊബൈൽസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 20 വർഷമായിട്ട് ഞങ്ങൾക്ക് ഗോൾഡ് കവറിങ് ഓർണമെൻറ്റ്സിൻ്റെ ബിസിനസ്സാണ്. ഹോൾസെയിൽ ഡീലേഴ്സാണ്. ഓൾ കേരള ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഇപ്പോൾ ഓൺലൈനായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതാണ് ഡോൺ ചേട്ടൻ. ആദ്യം ദുബായിലായിരുന്നു. പ്രൊഫഷണലി ഡോൺ ചേട്ടൻ ഗ്രാഫിക് ഡിസൈനറാണ്. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നിട്ട് ഡാഡിയുടെ കൂടെ ബിസിനസ്സിൽ തന്നെയായിരുന്നു എൻഗേജ്ഡ് ആയിട്ടിരുന്നത്. പിന്നെ പാഷൻ്റെ പുറത്ത് വണ്ടിക്കച്ചവടം, അതായത് നമുക്ക് സെക്കൻഡ് ഹാൻഡ് കാസിൻ്റെ ഒരു ഹോൾസെയിൽ ഷോറൂമാണുള്ളത്. അത് നല്ല അടിപൊളിയായിട്ട് നടക്കുന്നു. ഓട്ടോ ഹബ് എന്നാണ് ഹബിൻ്റെ പേര്. ഡിംപിളിൻ്റെ മൂക്ക് കുത്തിയാൽ നല്ല ഭംഗി കാണാം. എല്ലാവരും പറയുന്നുണ്ട്. എനിക്ക് കുത്താൻ പേടിയായിട്ടാണ് ആക്ച്വലി. ഏകദേശം നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുള്ള കമൻറ്റ്സ് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഹായ് ലവ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു കമൻറ്റ് മാറ്റി വെച്ചതാണ്, ബോധപൂർവം മാറ്റി വെച്ചതാണ് ലാസ്റ്റ് പറയാനായിട്ട്. അതായത് സുരേഷ് 1 2 ബാബു 12 എന്നാണ് ഈ പ്രൊഫൈലിൻ്റെ പേര് കേട്ടോ. നേരത്തെ ഒരാളെൻ്റെ അടുത്ത് ചോദിച്ചു എനിക്ക് എന്ത് തരം ചോദ്യങ്ങളാണ് ഇഷ്ടമില്ലാത്തത്. അപ്പം ഞാൻ അതിനൊരു ആൻസർ പറഞ്ഞല്ലോ. എനിക്ക് ഡിസ്റെസ്പെക്റ്റ്ഫുള്ളി സംസാരിക്കുന്ന ആൾക്കാരെ എനിക്ക് താല്പര്യമില്ല എന്നുള്ളത്. അതിനൊരു സൂപ്പർ എക്സാമ്പിളാണിത്. ഞാൻ ഈ കമൻറ്റ് വായിക്കുന്നില്ല. ഞാനിത് ഡിലീറ്റ് ഒന്നും ചെയ്തിട്ടില്ല, അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഡിലീറ്റ് ചെയ്യും. അതിന് താഴെ കുറേ പേര് വേറെ വന്നിട്ട് അതിന് എഗെയിൻസ്റ്റ് അവർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇവർക്ക് കമൻറ്റിന് റിപ്ലൈ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം ഒന്നാമത് എനിക്ക് ഡിസ്റെസ്പെക്റ്റ്ഫുള്ളായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ കണ്ടുകൂടാ. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ അവർക്ക് അറിവില്ലാത്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നുള്ള ചോദ്യം. മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, നമുക്കുണ്ടാവും. നമുക്കിപ്പോൾ ഒരു യൂട്യൂബർ ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്ന ഒരാളാകുമ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫ് അറിയണം, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവാം. പക്ഷെ അതൊരു ലിമിറ്റ് വിട്ട് ഇങ്ങനെ കുത്തി ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കിപ്പോൾ A to Z കാര്യങ്ങൾ വന്നിട്ട് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ അത് ചോദിക്കുന്നതിനും കമൻ്റ് ഇടുന്നതിനും ഒരു മിനിമം റെസ്പെക്റ്റും അല്ലെങ്കിൽ മിനിമം ഒരു സഭ്യതയും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ആ ഒരു ക്വസ്റ്റ്യൻ അതുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കമൻറ്റ് ഇവിടെ സൈഡിൽ പിൻ ചെയ്ത് വെക്കാം. പക്ഷേ ഇതിനൊന്നിനും ഉത്തരം പറയാൻ താല്പര്യമില്ല. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്കിഷ്ടമല്ല. നിങ്ങൾ ചോദിച്ച രീതി ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ്. പിന്നെ എനിക്ക് പറയാനുള്ള ഉത്തരം ഇതിൽ വേറെ 1-2 പേര് വന്നിട്ട് അവർക്ക് കമൻറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒരു ഉത്തരവും പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് കമ്മ്യൂണിറ്റി പോസ്റ്റിലുള്ള കുറച്ച് കമൻറ്റ്സ് വായിക്കാം. അപ്പോൾ ദൈവം തരുന്നത് ആണെന്ന് അറിയാം, എന്നാലും ചോദിക്കുവാണ്, നെക്സ്റ്റ് ബേബി ഗേൾ ഓർ ബോയ്? ഡിംപിളിൻ്റെ ആഗ്രഹം എന്താണ്? സത്യം പറഞ്ഞാൽ മുമ്പായിരുന്നെങ്കിൽ ഞാൻ കണ്ണും അടച്ച് പറഞ്ഞാൽ എനിക്ക് ഗേൾ ബേബി മതിയെന്ന്. എനിക്ക് പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഗർഭിണിയായിരിക്കുമ്പോഴും എനിക്ക് പെൺകുട്ടികളാവണേന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ
എന്തോ ആൺകുട്ടികളെ വളർത്തി ഇപ്പോൾ തോമുനെയും പാച്ചുനെയും ചാക്കോച്ചനെയും കണ്ട് എനിക്ക് ഈ കുട്ടിക്കുറുമ്പന്മാരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി എനിക്കൊരു ആൺകുട്ടി ഉണ്ടായാലും എനിക്കൊരു സങ്കടമൊന്നും ഉണ്ടാവില്ല. പെൺകുട്ടിയാണെങ്കിൽ എനിക്ക് ഓക്കെയാണ്. പക്ഷെ എനിക്കിപ്പോൾ എന്താണെന്നറിയില്ല, എനിക്കിപ്പോൾ പെൺകുട്ടികളെക്കാളും എനിക്ക് ആൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെങ്കിലും കുഴപ്പമില്ല. മുമ്പാണെങ്കിൽ ഞാൻ കണ്ണടച്ച് ഗേൾ എന്ന് പറഞ്ഞേനെ, പക്ഷെ ഇപ്പോൾ ആണെങ്കിൽ എനിക്ക് ആൺകുട്ടി ആയാലും കുഴപ്പമില്ല, പെൺകുട്ടി ആയാലും കുഴപ്പമില്ല. ഹൂ നോസ് മീ ബെറ്റർ ബിറ്റ്വീൻ ഡോൺ ചേട്ടൻ ആൻഡ് ഡിവൈൻ ചേച്ചി? ഓക്കെ, ബിറ്റ്വീൻ ഡാഡി ആൻഡ് മമ്മി ചെയ്യൂ. തീർച്ചയായിട്ടും ചെയ്യാം, അത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. ഹായ് റോസ്, മുന്നത്തേക്കാളും ഇപ്പോൾ ഫേസ് നന്നായി ഗ്ലോ ആയിട്ടുണ്ടല്ലോ, എന്താണ് യൂസ് ചെയ്യുന്നത്, പറഞ്ഞു തരുമോ? എനിക്ക് വയ്യ. നിങ്ങൾ ആ ഒരു സ്കിൻ കെയർ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. എന്തൊക്കെയാണ് വിശേഷം, സുഖമാണോ? അടിപൊളിയായിട്ടിരിക്കണു. അടുത്തത്, ചേച്ചി എങ്ങനെയാണ് പാച്ചുക്കുട്ടൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തത്, എങ്ങനെയാണ് ഡയപ്പർ ഡിസ്പോസ് ചെയ്യുന്നത്? ഇത് രണ്ടും വലിയ ടാസ്ക്കായിരുന്നു. ആദ്യത്തെ അത്ര വലിയ ടാസ്ക് അല്ലായിരുന്നു, കാരണം പാച്ചുവിന് ആ ഒരു പ്രായത്തിൽ നമുക്കധികം ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം ഇവന് വെയിറ്റ് കുറവായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് സക്ക് ചെയ്യുമ്പം അവർക്ക് കൂടുതലും എനർജി ലോസ് ആവും എന്ന് പറഞ്ഞിട്ട് നമ്മളിത് എക്സ്പ്രസ് ചെയ്ത് നമ്മൾ മറ്റേ ഒരു ഇതിലൂടെ സ്പൂണിലൂടെ കൊടുക്കുമായിരുന്നു. ഗോകർണത്തിൽ കൂടെയും സ്പൂണിൽ കൂടെയും പിന്നെ ഫീഡിങ് ബോട്ടിലിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ട് കൊടുക്കലായിരുന്നു. ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡിങ് സത്യം പറഞ്ഞാൽ ശരിക്കും അങ്ങനെ അധികം ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് നമുക്ക് ഫീഡ് ചെയ്യുക എന്നുള്ളത്, ഇത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആയിരുന്നു. മാത്രമല്ല ഇത് കൊടുക്കുക എന്നുള്ളതും, ഈ ഗോകർണത്തിൽ കൊടുക്കുക എന്നുള്ളത് ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണ്. അത് കൊടുത്തവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. അതിൽ കൊടുക്കുക എന്നുള്ളതും വലിയ ടാസ്ക് ആയിരുന്നു. പറ്റിയതിൻ്റെ കാര്യം എനിക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ. പാച്ചുവിനെ പനക്കില്ലിനടുത്തുള്ള പ്ലേ സ്കൂളിൽ ചേർക്കാത്തത് എന്താണ്? പാച്ചുവിനെ ആക്ച്വലി ഇവിടെ നമ്മൾ ആദ്യം സ്പീച്ച് തെറാപ്പിക്കാണ് വിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നമുക്കിവിടെ തൊട്ടടുത്ത് പൂച്ചേട്ടി നടത്തറയാണ്. നമുക്കത് ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു 2 minutes ഡ്രൈവ് അത്രയേ ഉള്ളൂ. അപ്പോൾ അവന് ആദ്യം നമ്മൾ കൺസൾട്ട് ചെയ്തത് പറവൂര് ഒരു സ്ഥലത്താണ്. അപ്പോൾ അവരാണ് സജസ്റ്റ് ചെയ്തത് അവന് ഇതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഒരുപാട് ഡിസ്റ്റൻസ് ആണ്, കൊടുങ്ങല്ലൂരൊക്കെയാണ് ഇതിൻ്റെ സെൻറ്റർ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഡെയിലി വന്ന് പോവുക എന്ന് പറയുന്നത്, മുനമ്പത്തു നിന്ന് കൊടുങ്ങല്ലൂർ ഡെയിലി ഒരു മണിക്കൂറിന് വേണ്ടി വന്ന് പോവുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ അവിടെ ഡ്രൈവർ ചേട്ടനില്ല, ആൻസൺ ചേട്ടനില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ എനിക്ക് ഒറ്റയ്ക്ക് കൊണ്ടുവരാമെന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ നമുക്ക് തൊട്ടടുത്ത് എല്ലാ ഫെസിലിറ്റീസോടും കൂടി ഏറ്റവും നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇങ്ങോട്ട് വന്നിട്ട് അവനെ സ്പീച്ചിന് വിട്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവരുടെ സജഷൻ പ്രകാരമാണ് നമ്മൾ അവനെ പ്ലേ സ്കൂളിൽ, അതായത് സമ്മർ ക്യാമ്പിനാണ് ആദ്യം നമ്മൾ വിട്ടത്. അതായത് ജൂൺ മുതൽ ബാംഗ്ലൂർ നമുക്ക് പ്ലേ സ്കൂളിൽ ചേർക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ ഇപ്പോൾ ജൂൺ എത്തി നിൽക്കുന്നു. ഇപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് ജൂണിൽ പോകുന്നതുകൊണ്ട് എന്താ പോവാത്തതെന്നുള്ളത്. നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റും, പക്ഷേ അതിൻ്റെ ചില സമയത്ത് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നില്ല എന്ന് വരും. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ബാംഗ്ലൂർ പോക്ക് കുറച്ച് എന്തായാലും ഇപ്പോൾ തൽക്കാലം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി ആൻസൺ ചേട്ടൻ. അപ്പോൾ പിന്നെ ഇവിടെ എന്തായാലും സമ്മർ ക്യാമ്പ് പോയിട്ട് അവൻ ഓൾറെഡി സെറ്റിലായി. എന്നാൽ പിന്നെ ഇപ്പോൾ തൽക്കാലം ഇവിടെ പോകട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ളത്, ഇത് വെറും താൽക്കാലികമാണ്. ഇവിടെ തന്നെ സ്ഥിരതാമസമായിട്ട് ഇവിടെ തന്നെ അവനെ എന്താ പറയുക പഠിപ്പിച്ച് പൂർത്തിയാക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഞങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ സിറ്റുവേഷൻസും ഓക്കെ ആവുമ്പോൾ ഈ പറഞ്ഞ പോലെ എവിടെയാണോ നല്ലതെന്ന് നോക്കിയിട്ട് അവിടെ വിടും. എന്താണ് ഡിംപിളുടെ ബിഗ് ഡ്രീം? മുമ്പ് അങ്ങനെ വലിയ ഡ്രീംസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇപ്പം ഞാൻ സ്വപ്നം കാണാറുണ്ട്. പറയും നമ്മൾ കുറേ സ്വപ്നം കണ്ടാൽ അതിൽ എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ എന്ന് പറയുമല്ലോ. അപ്പോൾ അതുപോലെ എനിക്ക് എൻ്റെ ഒരു പാച്ചു എൻ്റെ വലിയൊരു സ്വപ്നമാണ്. അവൻ ഏറ്റവും ബെസ്റ്റായിട്ട് ഓരോ ദിവസവും അല്ലെങ്കിൽ അവൻ്റെ എല്ലാ രീതിയിലും എല്ലാത്തിലും അവൻ ബെസ്റ്റായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു സ്വപ്നമാണ്. അവനെ എന്താ പറയുക, അവനാണ് എൻ്റെ എല്ലാ സ്വപ്നവും പ്രതീക്ഷയും എല്ലാം.
പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരിയറിൽ കുറച്ചും കൂടി മീൻസ് കരിയറിൽ ഇപ്പോൾ ഞാൻ ഒന്നുമല്ല, ഞാൻ എൻ്റെ പഠിച്ചത് ആയിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് എൻ്റെ സൗകര്യത്തിന് പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അതല്ലാണ്ട് കരിയർ വൈസ് എനിക്ക് എന്തെങ്കിലും നല്ല രീതിയിൽ എനിക്ക് നല്ലൊരു പൊസിഷനിൽ എത്തണം എന്നുണ്ട്. കുറച്ചും കൂടി ഇപ്പം ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്, എന്നാലും കുറച്ചും കൂടി ഒരു ഇൻഡിപെൻഡൻ്റ് ആവണം, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹങ്ങളുണ്ട്. പിന്നെ എൻ്റെ ഒരു സ്വപ്നമാണ് എൻ്റേതായിട്ടുള്ള ഒരു സ്പേസ്. ഇപ്പോൾ കാര്യം ഇതും എൻ്റെ വീട് അതും എൻ്റെ വീട് ഒക്കെ ഇതാണെങ്കിൽ പോലും എനിക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പേസ്, അതായത് എൻ്റെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ എൻ്റേതായ കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഒരു സ്വപ്നത്തിലുള്ള ഒരു ചെറിയൊരു വീടുണ്ട്, എൻ്റേതായൊരു സ്പേസ്, അങ്ങനെ പറയാൻ എനിക്കിഷ്ടം. അതിപ്പോൾ ഫ്ലാറ്റ് ആയാലും കുഴപ്പമില്ല, വീടായാലും കുഴപ്പമില്ല. അതെൻ്റെ ഒരു ഡ്രീമാണ്. അതായത് ഇന്നും നാളെയും എന്നുള്ളതല്ല, എപ്പോഴെങ്കിലും നമുക്ക് എല്ലാവർക്കും ഒരു സ്വപ്നം വേണമല്ലോ, നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു ലക്ഷ്യം വേണമല്ലോ. അപ്പോൾ അത് എൻ്റെ ഒരു സ്വപ്നത്തിലുള്ളൊരു കാര്യമാണ്. എനിക്ക് എൻ്റേതായ ഒരു ലിവിങ് സ്പേസ് എന്നുള്ളത്, അതും എൻ്റെ ഒരു വലിയൊരു ഡ്രീമാണ് കേട്ടോ. Saw you mixing egg and milk together to feed Pachu. Is it doctor suggested? ഇത് പണ്ട് മുതലേ കുട്ടികൾക്കൊക്കെ കൊടുത്തു വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴും അവരതിന് ഒന്നും പറഞ്ഞില്ല. പിന്നെ പെട്ടെന്ന് വിചാരിക്കും നമ്മൾ ഈ പാലിൽ മുട്ട അടയ്ക്കുമ്പോൾ റോ എഗ് ആണോ എന്നുള്ളൊരു ചിന്ത കൊണ്ടായിരിക്കാം അത് ചോദിച്ചത്. പക്ഷെ ഒരിക്കലും ഇല്ല, നമ്മൾ പാല് നല്ല തിളച്ച് നിൽക്കുമ്പോഴാണ് ഈ മുട്ട അടിച്ചിട്ട് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ആ ഒരു ചൂടിൽ മുട്ട വെന്തോളും. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, നന്നായിട്ടത് വെന്തോളും. കാരണം മുട്ട നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തിട്ടാണ് ഈ പാലിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് റോ എഗ് ആണ് കൊടുക്കുന്നത് എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഡോക്ടേഴ്സിനോട് ഞാനിത് പറഞ്ഞിട്ടുമുണ്ട്, അവർ ഓക്കെ പറഞ്ഞിട്ടുമുണ്ട്. കാരണം ഇതൊരു കംപ്ലീറ്റ് മീലാണ്. കാരണം ഈ ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾക്ക് പറ്റിയൊരു ഓപ്ഷനാണ് കേട്ടോ. ബാംഗ്ലൂർ പോകുന്നത് എപ്പോൾ? നോ ഐഡിയ. എനിക്ക് ആഗ്രഹമുണ്ട് പോയി നിൽക്കാൻ, പക്ഷേ എല്ലാം ശരിയാവണ്ടേ, എല്ലാം സാഹചര്യങ്ങൾ ഒത്തു വന്നാലല്ലേ പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എനിക്ക് പോകാൻ ആഗ്രഹമില്ലാണ്ടല്ല ഞാനിവിടെ പോകാണ്ട് നിൽക്കുന്നത്. പാച്ചുവിന് അസുഖം വരുമ്പോൾ പാച്ചു നല്ല സ്മാർട്ട് ബേബിയാണ്. ഇപ്പോൾ ഏത് ഹോസ്പിറ്റലാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്? പാച്ചുവിന് എത്ര വെയിറ്റ് ഉണ്ട്? പാച്ചുവിന് ഇപ്പോൾ 11.3 ആണ് കേട്ടോ. പാച്ചുവിന് ഇപ്പം അങ്ങനെ സ്ഥിരം ഇപ്പോൾ തൃശ്ശൂർ, ആദ്യം പാച്ചു ജൂബിലിയിലായിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ആസ്റ്ററിലായിരുന്നു. പാച്ചുവിനെ ഒരു 2.5 വയസ്സ് വരെ അവിടെയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ദൈവം സഹായിച്ച് പാച്ചുവിന് 2 വയസ്സിന് ശേഷം പാച്ചുവിന് അങ്ങനെ ഹോസ്പിറ്റൽ അഡ്മിഷൻ കാര്യങ്ങളൊന്നും പിന്നെ വന്നിട്ടില്ല. പിന്നെ നമ്മൾ നിയർ ബൈ ഇവിടെ തൃശ്ശൂരുള്ളപ്പോൾ നമ്മളിവിടെ ദയയിലാണ് കാണിക്കാറ്. ദയയിൽ അബില ഡോക്ടറിനെയാണ് കാണിക്കാറ്. പിന്നെ പാച്ചു കുറച്ചും കൂടി വലുതായപ്പോൾ പാച്ചുവിന് മെഡിസിൻസൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടാണ്, അവൻ കഴിക്കില്ല, മെഡിസിൻ കഴിക്കാൻ കൂട്ടാക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഹോമിയോയിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഹോമിയോ മെഡിസിൻസ് ആകുമ്പോൾ മിഠായി കൊണ്ട് കഴിച്ചോളും, അങ്ങനെയാണ് കാണിക്കുന്നത് കേട്ടോ. സ്കിൻ ഗ്ലോ പറയണം, എങ്ങനെ എന്ന് കറക്റ്റ് പറയുമോ? എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. മിക്കവാറും ദിവസങ്ങളിൽ നോൺ വെജ് മാറി കുക്ക് ചെയ്യുന്നുണ്ടല്ലോ, ഇടയ്ക്ക് പുറത്ത് പോയും കഴിക്കുന്നുണ്ട്, ബട്ട് ഡിംപിളിന് വണ്ണം കുറയുന്നുണ്ട്. ഡെയിലി എത്ര ടൈം എന്തൊക്കെയാണ് കഴിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് വണ്ണം കുറയാനായിട്ടോ അല്ലെങ്കിൽ വണ്ണം വെക്കാതിരിക്കാനായിട്ടോ കോൺഷ്യസ്ലി അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഈ പറഞ്ഞ പോലെ എല്ലാം കഴിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞല്ലോ, ഞാൻ ഇവരായിട്ട് ഓടി നടക്കുക എന്ന് പറഞ്ഞത് തന്നെ നല്ലൊരു എക്സസൈസാണ്. പ്രത്യേകിച്ച് അതിനൊരു എക്സ്ട്രാ എക്സസൈസിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാൻ കഴിക്കുന്നതിൻ്റെ പോർഷൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നമ്മളിപ്പോൾ എന്ത് കഴിക്കുമ്പോഴാണെങ്കിലും ഞാൻ വയറ് നിറച്ച് കഴിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. അതിപ്പോഴല്ല, എപ്പോഴായാലും അങ്ങനെ തന്നെയാണ്. ഭയങ്കരമായിട്ട് ഫുൾഫിൽ ചെയ്ത് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചാണ് കഴിക്കുക. അപ്പോൾ ഈ കഴിക്കുന്നത് പക്ഷേ എല്ലാം കഴിക്കും എന്ന് മാത്രം, അല്ലാണ്ട് ഇപ്പോൾ കോൺഷ്യസ്ലി വണ്ണം കുറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. പക്ഷെ എല്ലാവരും പറയുന്നുണ്ട് വണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. എന്തായാലും അത് കേൾക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട് കേട്ടോ. പാച്ചുവിന് അസുഖം വരുമ്പോൾ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? ഇപ്പോൾ സത്യം പറഞ്ഞാൽ ദൈവം സഹായിച്ച് അങ്ങനെ മാനേജബിൾ കാര്യങ്ങൾ ഇപ്പോൾ അവന് വരുന്നുള്ളൂ. പക്ഷെ 2 വയസ്സ് വരെ
കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, കുറച്ചല്ല കുറച്ചധികം ബുദ്ധിമുട്ടായിരുന്നു. ഹോസ്പിറ്റലൈസേഷനും കാര്യങ്ങളൊക്കെ വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ എങ്ങനെ മാനേജ് ചെയ്തു എന്ന് ഇപ്പോൾ ചോദിക്കുമ്പോൾ എനിക്ക് പോലും അറിയില്ല അതൊക്കെ എങ്ങനെ തരണം ചെയ്തു പോയി എന്നുള്ളത്. കാരണം അത് കണ്ടു നിൽക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പാച്ചുവിന് ആ സമയത്തൊക്കെ ഒരു എന്താ പറയുക, ഒരു അഡ്മിഷൻ വന്നാൽ നേരെ ഞങ്ങൾ ICUവിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. കാരണം അങ്ങനെ എക്സ്ട്രീമായിട്ടാണ് അവന് ഓരോന്ന് വരിക. അങ്ങനെ കാനുല ഇടലും ഇഞ്ചക്ഷനും ഒക്കെ ആയിട്ട് കരഞ്ഞു കൂട്ടിയതിനൊരു കണക്കില്ല. അവനും ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട്. അതിനേക്കാൾ അത് കണ്ടു നിൽക്കുന്നവർക്ക് അതിനേക്കാളും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതും കുറേ കടന്നു പോയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, തൃശ്ശൂർ ലൈഫിൽ നിന്ന് പനക്കൽ ലൈഫിലേക്ക് പോയപ്പോൾ വന്ന ഡിഫറൻസ്. തൃശ്ശൂർ ലൈഫിൽ നിന്ന് പനക്കൽ ലൈഫ്, മുനമ്പത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. ഒരു ബന്ധവും ഇല്ലാത്ത ലൈഫ് സ്റ്റൈലാണ് എല്ലാ കാര്യങ്ങളെ കൊണ്ടും കേട്ടോ. ഒരു കാര്യങ്ങളെ കൊണ്ട് ഒരു സിമിലാരിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല. എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, ഞങ്ങൾ കണ്ട ലോകമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് കഴിക്കണം തോന്നിയാൽ അപ്പോൾ അത് ഒന്നരയിൽ ഉണ്ടാക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഹോട്ടൽ ഫുഡ് ആണെങ്കിൽ ഹോട്ടൽ ഫുഡ്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊന്നുമില്ല. പനക്കലെന്ന് വെച്ചാൽ അവിടെ കുറച്ചും കൂടി ഹെൽത്ത് കോൺഷ്യസ് ആണ്. എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും ട്രഡീഷനും കുറച്ച് കൂടുതലാണ്. നല്ലതാണ്, വളരെ നല്ലതാണ്. പക്ഷെ ചില സമയത്ത് നമുക്ക് അത് ഒരു വിഷമം തോന്നാറുണ്ട്. പിന്നെ മൊത്തത്തിലെല്ലാം കൊണ്ടും ഡിഫറെൻ്റ് ആണ്. പിന്നെ എല്ലാ കുടുംബങ്ങൾക്കും അതിൻ്റേതായ ഒരു ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡാഡി മമ്മിയും കുറേയും കൂടി ഫ്രണ്ട്ലി ആണ്. നമുക്ക് എന്തും എപ്പോഴും നമുക്ക് ഒന്ന് ചിന്തിക്കാണ്ട് സംസാരിക്കാം. അവിടെ പപ്പയും മമ്മിയും കുറച്ച് എന്താ പറയുക, കുറച്ചും കൂടി മെച്ചുവേർഡാണ്, കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആണ്, കുറച്ചും കൂടി ട്രഡീഷണൽ വാല്യൂസ് അങ്ങനെ വേണം എന്ന്, അല്ലെങ്കിൽ പഴമയോട് അങ്ങനെ അവർ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിൽ വേണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംസാരിക്കുമ്പോഴും നമ്മളൊന്ന് ചിന്തിച്ചിട്ട് വേണം സംസാരിക്കാനായിട്ട്. അങ്ങനെയുള്ള കുഞ്ഞു 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 ഡിഫറൻസ്. ഡിംപിളിൻ്റെ പല്ലിൽ ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ, ക്ലിപ്പ് ഇടാൻ പാടില്ലേ? അതിൻ്റെ എല്ലാം ഞാൻ നോക്കി വെച്ചു. ഞാനത് കൺസൾട്ടേഷനൊക്കെ എടുത്ത് അപ്പോയിൻമെൻ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ ആ ഏരിയയിലേക്ക് പോയിട്ടില്ല. എനിക്ക് എന്തോ ഒരു പേടിയാണ് പല്ലിൻ്റെ കാര്യത്തിൽ ചെയ്യാനായിട്ട്, എന്താണെന്നറിയില്ല. പക്ഷെ അത് ചെയ്യണം. എൻ്റെ ഒരു പല്ല്, ഇവിടുത്തെ ഒരു പല്ല് വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ അടുത്താണ് ഒരു പല്ല് വന്നത്. അത് പക്ഷെ ഒരുപാട് അറ്റത്താണ് വന്നത്. അത് പറിച്ചു കളഞ്ഞപ്പോൾ അവിടെ ഗ്യാപ്പായപ്പോൾ പല്ലുകൾക്ക് എല്ലാവർക്കും ഓടി കളിക്കാൻ സ്ഥലമായി. അങ്ങനെ വന്ന ഗ്യാപ്പാണ്. അപ്പോൾ അത് വേഗം അത് ഇടേണ്ടതാണ്. പക്ഷേ ഞാൻ പോയിട്ടില്ല. പോകണം. എല്ലാവരും ഇപ്പോൾ പറഞ്ഞു തുടങ്ങി ഗ്യാപ്പ് ഉള്ളത്. അപ്പോൾ അത് പോകണം. എന്താണ് ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുമായിട്ട് വീഡിയോ ചെയ്യാത്തത്? അവിടുത്തെ നാത്തൂനുമായ ഒരു Q&A ചെയ്യൂ. ആൻസജാൻ്റെ മമ്മി ആയിട്ടുള്ള കുക്കിംഗ് വ്ളോഗ്സ് ഒക്കെ ചെയ്യാം. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആൻസജാനുള്ള സമയത്താവും പോവുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു മോശമല്ല. നമ്മളുള്ള സമയം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനല്ലേ നമ്മൾ എല്ലാവർക്കും ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് പിന്നെ മാത്രമല്ല അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പപ്പയും മമ്മിയും അങ്ങനെ ഒരുപാട് ക്യാമറയുടെ മുമ്പിൽ വരുന്ന അല്ലെങ്കിൽ അങ്ങനെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരല്ല. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും ചാനലുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ വീട്ടിൽ എന്ത് കോലത്തിലാണോ അത് നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ചൊരു കോൺഷ്യസ് അല്ല. അപ്പോൾ പപ്പയ്ക്കും മമ്മിക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് അവരവരുടേതായ പ്രൈവസിയും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നവരാണ്. അവർക്ക് അവരവരുടേതായ ഒരു സ്പേസ്, നമുക്ക് എല്ലാവർക്കും അവരവരുടെ ഒരു പ്രൈവസി അല്ലെങ്കിൽ അവരവരുടെ ഒരു പ്രൈവറ്റ് സ്പേസിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടും ഞാൻ അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ ഓടി വന്ന് ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന പോലെ അവിടെ ഞാൻ അങ്ങനെ ഓവർ ഫ്രീഡം എടുത്തിട്ട് ക്യാമറയും കൊണ്ട് ഞാൻ നടക്കാറില്ല. അതുകൊണ്ടാണ് അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഇവിടുത്തെ അത്രയും വീഡിയോസ് അവിടെ കാണാത്തത്. പിന്നെ പാൻസ് ഞാൻ വല്ലപ്പോഴും വരുന്ന സമയത്ത് ഞാനത് ഒരു കണ്ടൻ്റായിട്ട് ഞാനത് യൂസ് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. ഒരു മെയ്ഡിനെ വെച്ചാൽ കുറച്ച് ടൈം കിട്ടില്ലേ, എന്താ വെക്കാത്തത്? സത്യം പറഞ്ഞാൽ ഇത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, മെയ്ഡിനെ വെക്കേണ്ട കാര്യം. എൻ്റെ കുഞ്ഞിലേ മുതൽ നമ്മുടെ വീട്ടിലെപ്പോഴും ഒരു ആൾ സഹായത്തിന് എപ്പോഴും ഉണ്ടാവാറുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം മുമ്പ് വരെ. അപ്പോൾ ഇപ്പം എന്താണ് വെക്കാത്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് കഴിഞ്ഞ കുറച്ചിപ്പോൾ മറിയാമ്മ വരെയുള്ള സമയത്ത് നമുക്ക് വേറെ എന്താ പറയുക, മറിയാമ്മ നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെ ഒരാളായിരുന്നു. അപ്പോൾ അന്ന് പിന്നെ കുട്ടികൾ അങ്ങനെ വലുതായി മുതിർന്ന് അങ്ങനെ ഓടി നടന്ന സമയമായിട്ടില്ല, എല്ലാവരും കുഞ്ഞു കുട്ടികളായിരുന്നില്ല. ഇപ്പോഴത്തെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ അടിച്ചു വാരി തുടച്ച് പിന്നാലെ അവരെന്തെങ്കിലും അഴുക്കാക്കുമ്പോൾ അപ്പോൾ ഒന്നല്ലെങ്കിൽ ഒരാൾ ഛർദ്ദിക്കും, അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും ഭക്ഷണം പൊടിച്ചിടും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ മെസ്സി ആവുമല്ലോ. കുട്ടികളുള്ള വീടല്ലേ, 3 നല്ല കുടുംബന്മാരാണ്. അപ്പോൾ അവരുടേതായ രീതിയിൽ അവരെന്തെങ്കിലും ആക്കും.
അപ്പോൾ വരുന്ന മെയ്റ്റ്സിനോട് അത് അവർ ചിലപ്പോൾ തുടച്ചു പോയിട്ടേ ഉണ്ടാവുള്ളൂ. രണ്ടാമത് അതൊന്ന് ചെയ്യാൻ പറഞ്ഞാൽ അവർക്കത് ബുദ്ധിമുട്ടാണ്, അവർക്കത് ഇഷ്ടപ്പെടില്ല. കാര്യം നമ്മുടെ കുട്ടികളാണ്. അപ്പോൾ നമുക്ക് അവരെന്തോരം വലിച്ചിട്ടാലും അല്ലെങ്കിൽ അവരെന്തോരം അഴുക്കാക്കിയാലും നമുക്കത് വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. പക്ഷെ വരുന്ന മെയ്ഡ്സിന് അങ്ങനെ ആവണമെന്നില്ല, അവർക്ക് അവരുടെ പണി തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ഒരു വട്ടം തുടച്ച് രണ്ടാമത്തെയും മൂന്നാമത്തെയും വട്ടം പറയുമ്പോൾ അവർക്കതൊരു ഇഷ്ടക്കേടാണ്, അല്ലെങ്കിൽ അവർക്കതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടാകുമ്പോൾ നമുക്ക് അത് നമ്മളെടുത്ത് ചെയ്യുമ്പോഴും അത് അവർക്ക് ഇഷ്ടപ്പെടാണ്ടാവുമ്പോൾ അത് ആരും ചെയ്യാണ്ട് വീട് വൃത്തികേടാക്കി കെടുക്കാന്ന് വരുമ്പോൾ അത് നമുക്കും അത് കാണാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇവിടെ ആകുമ്പോൾ ഇപ്പോൾ ആ ഒരു മെയ്ഡുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്താലാണ് ബുദ്ധിമുട്ട് എന്നുള്ളൊരു തോന്നലായിരുന്നു. ആ മെയ്ഡും ചെയ്യില്ല, നമുക്കും ചെയ്യാനൊരു ഒരു ബുദ്ധിമുട്ടാണ് ആ സമയത്ത്. അപ്പോൾ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ മെയ്ഡ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പരസ്പരം ധാരണയിൽ ഞങ്ങൾ മാറി മാറി ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മളുടെ കുട്ടികൾ എന്നെ ഒരു മെസ്സി ആക്കുകയാണെങ്കിൽ നമ്മൾ പോയി എത്ര വട്ടം വേണമെങ്കിലും ക്ലീൻ ചെയ്താൽ നമുക്കതൊരു പരിഭവമായിട്ടോ പരാതിയായിട്ടോ തോന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ മെയ്ഡ് ഇല്ലാത്തത്, അല്ലാണ്ട് വേറൊന്നുമല്ല. പിന്നെ മന്ത്ലി വൺസ് മറ്റേ സീട്രീന്ന് ഡീപ്പ് ക്ലീൻ ചെയ്ത് വന്ന് പോകും, അതാണ് ചെയ്യാറുള്ളത്. അല്ലാണ്ട് ഇപ്പോൾ നമുക്കൊരു കുക്കിനെ വെക്കാനാണെങ്കിലും ഇപ്പോൾ ലാസ്റ്റ് ഒരു മറ്റേ കോട്ടയത്തുള്ളൊരു കുട്ടി വന്നപ്പോൾ അവിടുത്തെ ഡിഷസ് കുറേ ഉണ്ടാക്കും. നമുക്ക് ആദ്യത്തെ കുറച്ച് ദിവസം നമുക്ക് കോട്ടയം ഡിഷസ് കഴിക്കാം, അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലുള്ള ഡിഷസ് കഴിക്കാം. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മുടേതായ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ നാവിന് രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ തോന്നുമ്പോൾ അത് അവർക്ക് പറ്റുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഞാനും ഡിവൈനും തന്നെയാണ് പറഞ്ഞത്, വേണ്ട, ഇപ്പോൾ വേറൊരാൾ നമ്മൾ കാശ് കൊടുത്ത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കഴിക്കാണ്ടിരിക്കാനും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികൾ മെസ്സിയാക്കുന്നതിന് അവർ പ്രാവണ്ടും നമുക്ക് കേൾക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് തന്നെ ചെയ്താൽ തീരാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. അപ്പം ഞങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളൊരു പരസ്പര ധാരണയിൽ ആരും പണിയുടെ ഭാരം ആരാണോ ഫ്രീ ആയിട്ടിരിക്കുന്നത് അവർ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പം ഇതുവരെ ഒരു മെയ്ഡ് ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം ഒന്ന് എന്താ പറയുക, ഒരു പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു പ്രായം എത്തുന്നവരെ എപ്പോഴും ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഫുള്ള് പാച്ചുതേ വലിച്ചിട്ടേക്കാണ്. ഇതൊക്കെ ഇപ്പോൾ ഞാൻ തന്നെ ചെയ്യണം. ഇതിപ്പോൾ ഒരു മെയ്ഡ് ഉണ്ടെങ്കിലും ഇത് ഞാൻ ചെയ്യണം, മെയ്ഡ് ഇല്ലെങ്കിലും ഞാൻ തന്നെ ചെയ്യണം. അപ്പം പിന്നെ നമ്മളിപ്പോൾ അങ്ങനെ ഒരാളെ നിർത്തേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് മെയ്ഡൊന്നും ഇല്ലാത്തത് കേട്ടോ. ഹായ്, എൻ്റെ പേര് ടിൻഡു. ചേച്ചിക്ക് PCOD ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ? ഇപ്പോൾ കുറഞ്ഞോ? വണ്ണം വെക്കുന്നുണ്ടോ? പ്ലീസ് റിപ്ലൈ. എനിക്കും PCOD ഉണ്ട്. PCOD എനിക്ക് ആഫ്റ്റർ ഡെലിവറി എനിക്ക് ഒരു 5 മാസം മുമ്പ് സ്കാൻ ചെയ്തപ്പോൾ ചെറിയൊരു 1-2 ഇത് കണ്ടു, സിസ്റ്റുകൾ കണ്ടു. അപ്പോൾ അതിന് ഞാൻ ജസ്റ്റ് പീരിയഡ്സ് റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഡോക്ടർ എനിക്ക് ഒരു 3 മാസത്തേക്ക് മെഡിസിൻസ് തന്നിട്ടുണ്ടായിരുന്നു, കോൺട്രാസെപ്റ്റീവ്സ്. അത് കഴിക്കുന്നുണ്ടായിരുന്നു. അല്ലാണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് PCODക്കായിട്ട് മെഡിസിൻസ് ഒന്നും കഴിക്കുന്നില്ല. നമ്മുടെ പീരിയഡ്സ് റെഗുലർ ആണോ നോക്കുക. പിന്നെ നമുക്ക് ഈ PCOD സിംറ്റംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഓവർ ഹെയർ ഗ്രോത്ത്, ഹെയർ ഫോള്, പിന്നെ ഈ നമ്മുടെ സ്കിന്നിലെ ടെക്സ്ചറിലുള്ള ചേഞ്ചസ്, ബോഡി വെയ്റ്റ് കൂടുക, ചിലർക്ക് ബോഡി വെയ്റ്റ് കുറഞ്ഞിട്ടും കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ശരിക്കും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അവരെന്ത് പറയുന്നു ആ മെഡിക്കേഷൻസ് എടുക്കുക. പിന്നെ ചിലർ മെറ്റ്ഫോർമിൻ സജസ്റ്റ് ചെയ്യും, അത് കഴിക്കുക. ഈ പറഞ്ഞ പോലെ പുറത്തുനിന്നുള്ളവരുടെ അഭിപ്രായമൊന്നും എടുക്കാണ്ട് കറക്റ്റ് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ഡോക്ടേഴ്സ് എന്ത് പറയുന്നു അത് മാത്രം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഹായ് ഡിംപിൾ, വാട്ട് മേക്സ് യു മോർ ഹാപ്പി ഇൻ ദിസ് വേൾഡ് ആൻഡ് ടെൽ മീ വൺ യുണീക്ക് തിങ് ദാറ്റ് മേക്സ് യു യുണീക്ക് വൺ. എന്നെ ഇപ്പോൾ സന്തോഷിപ്പിക്കാനും സങ്കടപ്പെടുത്താനും ഒരൊറ്റ ആൾക്കേ പറ്റുള്ളൂ, അത് പാച്ചുവിനാണ്. വേറെ എനിക്കറിയില്ല, എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് പാച്ചുവാണ്. അതിന് മേലൊരു സന്തോഷം എനിക്കിപ്പോൾ ഇല്ല. അപ്പോൾ അവൻ്റെ ഓരോ ചെറിയ മൈൽ സ്റ്റോണും കാണുന്നത് എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ ചിലപ്പോൾ അവൻ എന്തെങ്കിലും ഒരു പുതിയ വേർഡ് പറയുന്നതായിരിക്കും, അതാണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അവൻ്റെ ഓരോരു ചെറിയ അനക്കങ്ങൾ പോലും എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. എന്നെ യുണീക്ക് ആക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും, എനിക്കും വലിയ ഐഡിയ ഇല്ല എൻ്റെ യുണീക്ക്നെസ് എന്താണെന്നുള്ളത്. എന്തായിരിക്കും, എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ എൻ്റെ എന്താണെന്നുള്ളത്. ഞാൻ എന്തായാലും നന്നായിട്ടൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം.
എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ വീഡിയോ എടുക്കുകയാണെങ്കിലും ഞാൻ എങ്ങനെയാണോ അല്ലെങ്കിൽ എൻ്റെ ടോക്കിംഗ് സ്റ്റൈൽ എന്താണോ അല്ലെങ്കിൽ അത് കറക്റ്റ് അങ്ങനെ തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യാറ്. അല്ലാണ്ട് ഒരു വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ സ്ലാങ്ങിലോ അല്ലെങ്കിൽ എൻ്റേതായ കാര്യങ്ങളിലോ ഞാനൊരു മാറ്റം വരുത്താറില്ല. നാച്ചുറലായിട്ടാണ് എല്ലാം ചെയ്യാറ്. എന്താണോ ഞാൻ റെഗുലറായിട്ട് ചെയ്ത് അല്ലെങ്കിൽ പറഞ്ഞു പോകുന്നത് അതേ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാറ്. മേ ബി അതൊരു യൂണീക്നെസ് ആയിരിക്കും, എനിക്ക് അറിയില്ല കേട്ടോ കറക്റ്റ് എന്താണെന്നുള്ളത്. അല്ലെങ്കിൽ എൻ്റെ പേഴ്സണാലിറ്റിയിലുള്ള യൂണീക്നെസ് ആണെങ്കിലും എനിക്കത് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല എൻ്റെ യൂണീക്നെസ് എന്താണെന്നുള്ളത്. എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് അതിന് ഉത്തരം കിട്ടുമ്പോൾ ഞാൻ പറയാം കേട്ടോ. പാച്ചുവിൻ്റെ സ്നാക്സ് റെസിപ്പീസ് ആൻഡ് പ്രയർ റൂട്ടീൻ ഒന്ന് പറയാമോ? പാച്ചുവിൻ്റെ സ്നാക്സ് അത് ഞാൻ ഈ പറഞ്ഞ പോലെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. പാച്ചുവിന് ഞാൻ ഉണ്ടാക്കുന്ന കുറച്ച് സ്നാക്സൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അവൻ്റെ ഇഷ്ടം നോക്കിയിട്ടാണ് ഞാനും ഓരോന്ന് ചെയ്യാറ്. അവന് കൂടുതലും ചോക്ലേറ്റ് ഫ്ലേവറുള്ള സാധനങ്ങളാണ് ഇഷ്ടം, പിന്നെ എരിവുള്ള സാധനങ്ങൾ ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഉണ്ടാക്കുന്നതിൽ പാച്ചുവിന് മറ്റേ ഒരു ചോക്ലേറ്റ് ഒരു ബ്രൗണി ഉണ്ടാക്കാറുണ്ട്, അത് പാച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു പാൻ കേക്ക് ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഈ സോസേജ് ഒരു ഓംലെറ്റ് ഉണ്ട്, ചീസ് ഓംലെറ്റ് ഉണ്ട്, അത് പാച്ചുവിന് ഇഷ്ടമാണ്. പിന്നെ ഏതാ പാച്ചുവിന് ഇഷ്ടം? ഒരു ഗോതമ്പ് ദോശയില്ല, അത് ബിൻസി മമ്മി ഉണ്ടാക്കുന്ന ഒരു ദോശയില്ല, ഒരു ടൊമാറ്റോ ഗോതമ്പ് ദോശ, അത്. പിന്നെ ഏതാടാ ഇഷ്ടം അമ്മ ഉണ്ടാക്കുന്നത്? പാപ്പം. പിന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ ഇഷ്ടമാണ് പാച്ചുവിന്, ബ്രോസ്റ്റഡ് ചിക്കൻ, അതൊക്കെ ഞാൻ വീട്ടിലുണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കാറുണ്ട്. ഇതൊക്കെയാണ് പാച്ചുവിന് ഇഷ്ടമുള്ള സ്നാക്സ് കേട്ടോ. ഞാനത് സെപ്പറേറ്റ് ഒരു സീരീസ് ആയിട്ട് ചെയ്യാം, പാച്ചുവിൻ്റെ സ്നാക്ക് ബോക്സ് സീരീസ് ആയിട്ട് ചെയ്യാം. പിന്നെ പ്രയർ റുട്ടീൻ ഞാൻ അങ്ങനെ മറ്റേ വചനം ഞാൻ എഴുതാറുണ്ട്. പിന്നെ കുരുക്കഴിക്കുന്ന മാതാവിനോടും സെൻറ്റ് ആൻ്റണീസും ഞാൻ എപ്പോഴും വിടാതെ പിടിക്കുന്ന ആൾക്കാരാണ്. അന്തോണീസ് പുണ്യാളുടെ നൊവേന ഞാൻ ചൊവ്വാഴ്ച മുടങ്ങാറില്ല. ചൊവ്വാഴ്ച ഞാൻ നോയമ്പെടുക്കാറുണ്ട്. ചൊവ്വയും വെള്ളിയും ഞങ്ങളിപ്പോൾ എല്ലാവരും വെജിറ്റേറിയൻസ് ആണ് കേട്ടോ. പിന്നെന്താ, വചനം എഴുതാറുണ്ട്. പിന്നെ നമ്മുടെ ഡെയിലി പ്രയർ റൂട്ടീൻ അങ്ങനത്തെ അതൊക്കെ ചെയ്യാറുണ്ട്. അതായത് കുടുംബ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ മുടങ്ങാതെ ചൊല്ലാറുണ്ട്. ഇതൊക്കെ തന്നെയാണ് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോരുന്നത് ഇപ്പോൾ കേട്ടോ. ചേച്ചി വീണ്ടും ക്ലാസിക്കൽ ഡാൻസ് ചെയ്യോ? സിനിമയിലേക്ക് പോകുമോ ഇനിയും? ജീവിതത്തിൽ നേരിട്ട നെഗറ്റീവ് ഒക്കെ മാറി ഹാപ്പി ആകാൻ എന്താ ചെയ്ത്? പാച്ചുക്കുട്ടനെ ഒരുപാട് ഇഷ്ടമാണ്, അതുപോലെ ചേച്ചിയെ. പാച്ചു നല്ല കരച്ചിലാണ്, ഞാൻ അവനൊന്ന് എടുക്കട്ടെ കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ക്ലാസിക്കൽ ഡാൻസ് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട്. ഞാൻ സ്റ്റേജസ് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ആ ഒരു സമയത്ത് ഒരുപാട് സ്റ്റേജസിൽ ഡാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇപ്പോൾ എനിക്ക് ഓരോ ഡാൻസ് ഷോസും അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് സ്റ്റേജിൽ കയറണം, അല്ലെങ്കിൽ സ്റ്റേജിൽ രണ്ടാമത് എനിക്ക് ഡാൻസ് ചെയ്യണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. ശരിക്കും സ്റ്റേജ് ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡാൻസ് ഒരുപാട് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, എന്തോ ഒന്ന് എൻ്റെ പിന്നിലേക്ക് വലിക്കുന്നുണ്ട്. ഇപ്പോൾ ഡിവൈനൊക്കെ പറയാറുണ്ട് എൻ്റെ അടുത്ത്, ഡാൻസ് റീൽസൊക്കെ ഇട്ടുകൂടെ ഡിമ്പിളിനെന്ന് ചോദിക്കുമ്പോൾ എന്തോ ഒരു ഇൻസെക്യൂരിറ്റി എന്നെ പിടിച്ച് വലിക്കുന്നു ബാക്കിലേക്ക്. പക്ഷെ അതൊക്കെ മാറ്റിയിട്ട് എനിക്ക് രണ്ടാമത് ഡാൻസൊക്കെ റീസ്റ്റാർട്ട് ചെയ്ത് ക്ലാസിക്കൽ ഷോസൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിലേക്കൊക്കെ എത്താൻ കുറേ സമയം എടുക്കും കേട്ടോ. കാരണം ഞാനിപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് ആ ഒരു ട്രാക്കിലേക്ക് വീഴാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കറിയില്ല. ഞാൻ അങ്ങനെ വല്ലാണ്ട് അങ്ങനെ ആഗ്രഹിക്കണം സിനിമയിലേക്ക് വരണം, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ അതിനു വേണ്ടി ശ്രമിക്കുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടി ആഗ്രഹിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ പറയാൻ പറ്റില്ല നമുക്ക് എപ്പോഴാണ് നമ്മളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടങ്ങളൊക്കെ മാറുക എന്നുള്ളത്, നമുക്ക് എപ്പോഴാണ് നല്ല അവസരങ്ങൾ വരിക എന്നുള്ളത്, നമുക്ക് എപ്പോഴാണ് യെസ് പറയാൻ തോന്നുക എന്നുള്ളതൊന്നും അറിയില്ല. അപ്പം അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും പ്ലാനിങ്ങിലൊന്നുമില്ല. ഇനി ഭാവിയിൽ എന്തെങ്കിലും അതുപോലെ നല്ലത് വരുവാണെങ്കിൽ അപ്പോൾ എന്താണോ എൻ്റെ മൈൻഡ് സെറ്റ് അതനുസരിച്ച് മുന്നോട്ട് പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ പാച്ചു എണീറ്റു. ഇനി എനിക്ക് തോന്നുന്നു ഏകദേശം ക്വസ്റ്റ്യൻസൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ കോമൺ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, കുറേ ഹാർട്ടും കുറേ ഹായ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹായ് പറഞ്ഞ എല്ലാവർക്കും ഹായ്. പാച്ചു ഒരു ഹായ് പറഞ്ഞേ. ഹായ് പറ. ഉറക്കപ്പിച്ചയിലുള്ളൊരു ഹായ് ആണ് കേട്ടോ നിങ്ങൾക്കുള്ളത്. അവനിപ്പോൾ എണീറ്റേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോ എടുക്കലൊന്നും നടക്കില്ല. ഞങ്ങളിങ്ങനെ ഇനി ഫുൾ ഓൺ ആക്റ്റീവായിട്ട് ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിനി വീഡിയോ ഒക്കെ കെട്ടിപ്പൂട്ടി മടക്കി വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്തായാലും ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചോദിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാവരുടെയും സ്നേഹത്തിന് ഒരുപാട് നന്ദി. പിന്നെ ഈ പറഞ്ഞ പോലെ ചില ക്വസ്റ്റ്യൻസ് ഞാൻ ഇഗ്നോർ ചെയ്തതാണ്.
കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഡിസ്റെസ്പെക്റ്റ്ഫുള്ളായിട്ട് സംസാരിക്കുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യവുമില്ല. മാത്രമല്ല അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അങ്ങനെയാണ് എന്ന് പറയുമ്പോഴും അതെനിക്ക് കാരണം ഈ പറയുന്ന ഇവരെന്നെ പറയും ഇപ്പോഴും പാസ്റ്റിൽ നിൽക്കുകയാണ്, ഇപ്പോഴും അത് പറഞ്ഞ് റീച്ച് ഉണ്ടാക്കുന്നു എന്ന് ഈ പറയുന്നവരെന്നെ പറയും. ചോദിക്കുന്നതിൻ്റെ ഉത്തരമാണ് ഞാൻ പറയുന്നത് എന്നുള്ളത് ഉണ്ടാവില്ല. ഞാൻ ഉത്തരം പറയുന്നത് മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ടാവും പിന്നെ അതിനെ വളച്ചൊടിച്ച് ന്യൂസായിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരും പറയുക, അങ്ങനെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു കോൺട്രവേഴ്സിക്ക് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ ഇഗ്നോർ ചെയ്തത്. പിന്നെ നമ്മൾ പാസ്റ്റിൽ തന്നെ സ്റ്റക്കായി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ വേറൊരു കൂട്ടരോട് എനിക്ക് പറയാനുള്ളത്, മറ്റുള്ളവരുടെ ലൈഫിൽ എന്തോ നടക്കട്ടെ, അവർക്ക് പറയാൻ ആഗ്രഹമുള്ള കാര്യങ്ങളാണെങ്കിൽ അവർ പറയും. അല്ലാണ്ട് അത് കുത്തി എല്ലാതും അറിയണം എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. നമ്മൾ ഓരോരുത്തരുടെ ഒരു പ്രൈവറ്റ് ലൈഫും എല്ലാവർക്കും ഉണ്ടാവും അവരവരുടേതായ ഒരു പ്രൈവസി. അവരവർക്ക് പറയണ്ട എന്ന് ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഒരു വട്ടം ചോദിച്ചു, അവർ പറയുന്നില്ലെങ്കിൽ 2-3 വട്ടം നമ്മൾ ചോദിക്കാണ്ടിരിക്കുക. അതൊരു സോഷ്യൽ മീഡിയയിലുള്ള ഒരാളോടെന്നല്ല, നമ്മുടെ കുടുംബത്താണെങ്കിലും ഒരാളെയും നമ്മൾ കമ്പൽ ചെയ്യാണ്ടിരിക്കുക. ഒരു കാര്യത്തിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ആ ഉത്തരം കിട്ടുന്നത് വരെ ചോദിച്ചുകൊണ്ടിരുന്നാൽ അവർ ഇറിറ്റേറ്റഡ് ആവുന്നല്ലാണ്ട് അവർക്ക് പറയാൻ ആഗ്രഹമില്ലെങ്കിൽ അവർ പറയില്ല. അപ്പോൾ അത് അവർ ചിലപ്പോൾ ഒന്നല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കും, അല്ലെങ്കിൽ ആ ഉത്തരം ചിലപ്പോൾ അവർക്ക് വേദനിപ്പിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഉത്തരം പറഞ്ഞാൽ മറ്റുള്ളവരെ അത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അത് പല റീസൺസും ഉണ്ടാവും ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ. അപ്പോൾ അത് റെസ്പെക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അങ്ങനത്തെ ഒന്നും ചോദിക്കാണ്ടിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പാച്ചു എന്നാൽ പോവാം നമുക്ക്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.